ഞാൻ എൻ്റെ പോഡ്കാസ്റ്റ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ ബേസിക്കലി പോഡ്കാസ്റ്റ് ആയിട്ടായിരുന്നില്ല, ഒരു ട്രെയിനിങ് സെഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ട്രെയിനിങ് മെറ്റീരിയൽസ് ഉണ്ടാക്കുക എന്നുള്ള കോൺസെപ്റ്റ്, ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഒരു ട്രെൻഡ് പോഡ്കാസ്റ്റ് ഡിസ്കഷൻസ് വന്നപ്പോൾ ഞാൻ എന്നാൽ പിന്നെ നമുക്ക് പോഡ്കാസ്റ്റ് തന്നെ ആക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം ശരത്തേട്ടനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം എന്നൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അത് നടത്തി. അത് എങ്ങനെയോ ദൈവം സഹായിച്ച് ശരത്തേട്ടൻ്റെ ഒരു ഡേറ്റും കിട്ടി. കുറച്ച് ഡിലേ വന്നു, പക്ഷേ ഡേറ്റ് കിട്ടി, അത് നടത്തി. പിന്നെ ഞാൻ രണ്ടാമത് ചോദിച്ച ആളാണ് ശ്രീജിത്ത്. ഞാൻ ആ ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നോ പോഡ്കാസ്റ്റിലേക്ക് ഡിസ്കഷന് വരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്കത് ശ്രീജിത്തിനോട് എന്താ ഞാൻ ചോദിക്കുക? കാര്യം ഞാൻ കാണുന്ന ശ്രീജിത്ത് ഫുൾ പൊളിറ്റിക്സും കറണ്ട് അഫെയർസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. എലക്ഷനെ പറ്റിയിട്ടുള്ളതും കുറേ പൊളിറ്റിക്കൽ രീതിയിലുള്ളതും ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷനിങ്ങും ഒരു സ്റ്റേറ്റ് എങ്ങനെ ഫങ്ഷൻ ചെയ്യണം, അതെന്തൊക്കെയാണ് അവർ അഡ്രസ്സ് ചെയ്യണം, എന്തൊക്കെയാണ് അവർ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ള കൈൻഡ് ഓഫ് ഒരു ഡിസ്കഷൻസ് മാത്രമേ ഞാൻ ശ്രീജിത്തിൻ്റെ കണ്ടിട്ടുള്ളൂ. എനിക്കാണെന്ന് ഇതിൻ്റെ ഒന്നും അറിയില്ല. പൊളിറ്റിക്സ് എനിക്ക് സ്പെല്ലിംഗ് അല്ലാണ്ട് അതും തെറ്റിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥ ആയതുകൊണ്ട് എന്താണ് ഞാൻ ചോദിക്കുക എന്നുള്ള അന്ന് ശ്രീജിത്ത് ഓക്കെ നമുക്ക് ഇരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതായിരുന്നു പിന്നെ എൻ്റെ ടെൻഷൻ. അത് കഴിഞ്ഞ് ഞാൻ കഷ്ടപ്പെട്ട് കുറേ മനസ്സിലാക്കി, ഞാനൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി. അത് ലാസ്റ്റ് പോഡ്കാസ്റ്റിൽ എൻറ്റയർ സാധനം സുജിത് ഭക്തനായിട്ടുള്ള പോഡ്കാസ്റ്റിൽ ഞാൻ വിചാരിച്ചിരുന്ന ക്വസ്റ്റ്യൻസും ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ അതിൽ കവേർഡായി. അതായിരുന്നു ഞാൻ പറഞ്ഞു, ഈശ്വര ഞാൻ പെട്ടല്ലോ, ഇനി ഞാൻ എന്ത് ചോദിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഇരുന്നിട്ടായിരുന്നു രണ്ടാമതൊരു സെറ്റ് ഓഫ് ഒരു പോയിന്റ് ഞാൻ എടുക്കാമെന്ന് വെച്ചാൽ. ബിക്കോസ് ശ്രീജിത്തിന് എല്ലാവരും കാണുന്ന ആ ഒരു പെർസ്പെക്റ്റീവ് അതല്ല, വേറൊരാളും കൂടി ഉണ്ട് എന്നെനിക്ക് മനസ്സിലാക്കാൻ. ഒരു ഫിസിക്സ് ബ്രെയിനിൽ നിന്ന് എങ്ങനെയാണ് ഈ വേൾഡ് ഹിസ്റ്ററിയിലോട്ടുള്ള ആ ഒരു ട്രാൻസിഷൻ. അപ്പോൾ അതായിരുന്നു ഞാൻ ആലോചിച്ച ടോപ്പിക്ക്. അത് വെച്ചിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, അത് സെഗ്മെൻറ്റ്സ് ആക്കിയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഒരു ഇൻട്രോ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയുണ്ടായി, എന്തൊക്കെയായിരുന്നു അവിടെ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയായിരുന്നു ഇതിലോട്ട് വരാനുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് മനസ്സിലാക്കാനായിരുന്നു ഫസ്റ്റ് ഒരു സെഗ്മെൻറ്റ്. സോ ആസ് എൻ ഇൻട്രൊഡക്ഷൻ ക്വസ്റ്റ്യനിൽ ഈ ഫിസിക്സ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്, IT വന്നു. അവിടുന്ന് ഈ ആർക്കൈവ്സ് വേൾഡിലേക്കുള്ളൊരു വലിയൊരു എൻട്രി ആയിരുന്നു ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഗ്രാഫ് ആക്കുകയാണെങ്കിൽ അതും ആ ഒരു ട്രാൻസിഷൻ്റെ ഏജ് ബാരിയർ നോക്കുമ്പോൾ വളരെ ചെറുതാണ്. അപ്പോൾ ഈ ഒരു ടൈം ലൈനിൽ ശ്രീജിത്ത് ഇത്രയും ലെവലിലോട്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളായി മാറി. അതും സോഷ്യൽ ഇതിനകത്തുള്ള ചർച്ചകളിൽ പോയാലും ഈ ഹിസ്റ്ററി ലെവലിലുള്ള കാര്യങ്ങളിൽ പോയാലും ഭയങ്കരമായിട്ട്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് വരയ്ക്കാൻ വെച്ചാൽ ആ ഗ്രാഫിനെ എങ്ങനെയായിരിക്കും ആ കർവിനെ എങ്ങനെയായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക, സോ ദാറ്റ് ആൾക്കാർക്ക് മനസ്സിലാവും ശ്രീജിത്തിൻ്റെ കോർ കോൺസെപ്റ്റ് എന്താണ്, ശരിക്കും ശ്രീജിത്ത് എന്താണെന്നും. അതായിരുന്നു എൻ്റെ ശ്രമം. ഓക്കെ, കുറച്ച് ട്രിക്കിയാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ പല ടൈപ്പ് ഓഫ് ഹാറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഫിസിക്സ് PG ആണ്, IT വർക്ക് ചെയ്യുന്നുണ്ട്, പാഷൻ ഹിസ്റ്ററിയാണ്, സംസാരിക്കുന്നത് പൊളിറ്റിക്കൽ ഒപ്പീനിയൻസാണ്. അപ്പോൾ അങ്ങനെ വേരീഡ് ഇൻട്രസ്റ്റുകൾ ഉള്ളപ്പോൾ ഇതൊക്കെ എപ്പോൾ വന്നതാണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഒന്നിച്ച് വന്നതല്ല. ഓരോന്നിനും ഏതൊക്കെയോ സമയത്ത് സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഓൾഡസ്റ്റ് ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിസ്റ്ററിയോടുള്ള പാഷനാണ്. അത് പഠിക്കുന്ന സമയത്ത് മുതൽ തന്നെ എനിക്ക് ഹിസ്റ്റോറിക്കൽ പ്ലേസസ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോവുകയാണ്, ഇപ്പോൾ ഒരു ക്ഷേത്രമായിരിക്കാം. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ കേവലം അവിടെ പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് അതിൻ്റെ ആർക്കിടെക്ചർ, അതിൻ്റെ ആ പഴക്കം, എത്ര ജനറേഷൻസിൽ അതിനെ ഏതൊക്കെ രീതിയിലത്തേക്ക് അതിനെ അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാകും, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു ഡൈനസ്റ്റിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പളനിയിൽ പോയിട്ട് വന്നു. അപ്പോൾ ഈ പളനിയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 2000 വർഷത്തിന് മുകളിലായിട്ടുള്ള ഒരു ഹിസ്റ്ററി അവിടെയുണ്ട്. ഏതൊക്കെ രാജവംശത്തിൻ്റെ കാലത്ത് അതിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്തു വന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു താല്പര്യം എന്നതിനോടൊപ്പം തന്നെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ തിരുപ്പരംകുണ്ട്രം ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ
ആ ക്ഷേത്രം എന്തുകൊണ്ടാണ് ഏറ്റവും പഴക്കമുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മുരുകക്ഷേത്രങ്ങളിൽ ഒന്നായത്. അപ്പോൾ അതിൻ്റെ ചരിത്രം, അതിനെ ആരൊക്കെ സംരക്ഷിച്ചു, അവിടുത്തെ കൾച്ചർ, കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് ഇല്ലാതെ ഇത്രയും ലോങ് പീരീഡിലത്തേക്ക് വർഷിപ്പ് വന്നിരിക്കുന്ന ഒരു സംഭവം. അപ്പോൾ നമ്മളുടെ ഒന്നെന്ന് പറഞ്ഞ ഒരു സ്പിരിച്വൽ എക്സ്പെഡിഷൻ ആണെങ്കിൽ അതിനോടൊപ്പം തന്നെ ആ സ്ഥലത്തിൻ്റെ അവിടുത്തെ ഹിസ്റ്ററി ഇതെല്ലാം തന്നെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം കൂടിയുണ്ട്. അത് നമ്മൾ ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലും അങ്ങനെ, ഇപ്പോൾ ഡൽഹിയിൽ തുഗ്ലക്കാബാദിൽ പോയി കഴിയുമ്പോൾ നമുക്കതാ തോന്നുക, വേറൊരു സ്ഥലത്ത് പോകുന്ന സമയത്ത് അത്, കുത്തബ് മീനാർ കാണുന്ന സമയത്ത് നമുക്കത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വൈബുണ്ട്. ഞാൻ സ്വയം ഇമാജിൻ ചെയ്യുന്നത് ജനറേഷൻസ് മുമ്പ്, സെഞ്ച്വറീസ് മുമ്പ് ഇതിൻ്റെ സെറ്റപ്പ് തന്നെ വേറെ ആയിരുന്നിരിക്കും അല്ലേ. അവിടെ ആൾക്കാർ എത്തുന്നത്, ദ വേ ദാറ്റ് പീപ്പിൾ വെയർ വെൽക്കംഡ്, അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു സംരക്ഷണം നൽകിയിരുന്ന റൂളേഴ്സ് വരുന്ന സമയത്ത് അതെങ്ങനെയായിരിക്കും, ഇതൊക്കെ ഇങ്ങനെ ഇമാജിൻ ചെയ്യാനായിട്ട് നോക്കാറുണ്ട്. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പം മുതൽ തന്നെ ഹിസ്റ്ററി എന്ന് പറയുന്നതിനോടൊരു വലിയ താല്പര്യമുണ്ട്. പിന്നെ അത് ഇന്ത്യൻ ഹിസ്റ്ററി, നമ്മുടെ ഫ്രീഡം മൂവ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് വന്നപ്പോൾ ഇതിൽ ഈ അറിയാത്ത കാര്യങ്ങൾ അറിയാനുള്ള ഒരു താല്പര്യമുണ്ടല്ലോ. അതാണല്ലോ നമ്മുടെ ബേസിക്കലി ഈ പറഞ്ഞ ഇമാജിനേഷൻ എന്ന് പറയുന്നത് തന്നെ അതാണ്, ഇങ്ങനെ ആയിരുന്നിരിക്കാം എന്നൊക്കെ നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെയൊക്കെ കഥകളിലേക്ക് വരുമ്പോൾ കുറേ മിസ്സിങ് ഏരിയാസ് ഉണ്ട്. പിന്നെ ഇദ്ദേഹം അച്ചീവ് ചെയ്തിരിക്കുന്ന ചില സ്റ്റെല്ലാർ കാര്യങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യന് സാധ്യമാകുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. ഒരാൾ തന്നെ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുക, വിദേശ രാജ്യത്ത് പോവുക, അവിടെ നിന്ന് ഒരു ഡസനോളം രാജ്യങ്ങളുടെ ഒഫീഷ്യൽ അംഗീകാരം വാങ്ങുക, ഒരു ആർമി സെറ്റ് ചെയ്യുക, ഒരു ബാങ്ക് സെറ്റ് ചെയ്യുക, ന്യൂസ് പേപ്പർ സെറ്റ് ചെയ്യുക, ആൾക്കാർക്ക് സാലറീസ് പ്രൊവൈഡ് ചെയ്യുക, ഗവൺമെൻറ്റിൽ മിനിസ്ട്രീസ് ഉണ്ടാക്കുക, പഠിക്കാനായിട്ട് ആൾക്കാരെ പല സ്ഥലങ്ങളിൽ പറഞ്ഞു വിടുക, റിപ്പോർട്ട്സ് ഉണ്ടാക്കുക. ഇങ്ങനെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷനിങ് എല്ലാം ഒരാളിൽ നിന്ന് എങ്ങനെ ഫോം ചെയ്യാൻ കഴിയും? അതിനുള്ള പാരലൽ വേറെ എക്സാമ്പിൾസ് വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഒരു മനുഷ്യനോട് നമ്മളൊരു താങ്ക്ലെസ് ആയിട്ടുള്ള ഒരു പീപ്പിളായി പോയില്ലേ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യം തരാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ മുത്തച്ഛന് ഒരു പക്ഷേ സ്വാതന്ത്ര്യം കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹം ഫൈറ്റ് ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ പല ജനറേഷൻസിനായിട്ട് നമ്മളൊരു താങ്ക്ലെസ് പീപ്പിളായി മാറിയോ, ഇവരുടെ ഒരു ലെഗസി റീഇൻസ്റ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് വി ആർ ആക്ച്വലി റെസ്പെക്ടിങ് അവർ ഓൺ പ്രഡിസസേഴ്സ്. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്, ആൻസെസ്റ്റേഴ്സ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഇതിൻ്റെ അകത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് കാണിക്കുന്ന ബഹുമാനം അത് ഇദ്ദേഹം വഴി എന്ന രീതിയിലത്തേക്കൊക്കെ നമുക്കിതിനെ മൾട്ടിപ്പിൾ ആംഗിൾസൊക്കെ നമുക്കിങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ബേസിക്കലി ഉണ്ടായിരുന്ന ഒരു ഇൻഹറൻറ്റ് താല്പര്യമാണ് എല്ലാ കാലവും. പിന്നെ ഈ ഫിസിക്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു വന്ന സമയത്തുണ്ടാകുന്ന ഒരു താല്പര്യമാണ്. പഠിച്ചു വരുന്ന സമയത്ത് നമുക്കിപ്പോൾ സയൻസിനോട് താല്പര്യം ഉണ്ടാകുന്നു. അപ്പോൾ അതിൽ തന്നെ എനിക്ക് കെമിസ്ട്രി തീരെ ഇഷ്ടമായിരുന്നില്ല, പ്രത്യേകിച്ച് ഓർഗാനിക് കെമിസ്ട്രി എനിക്ക് ഇഷ്ടമേ ആയിരുന്നില്ല. മാത്തമാറ്റിക്സ് വലിയ ഇഷ്ടമാണ്, ഫിസിക്സ് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഫിസിക്സിൽ ബേസിക്കലി കോമൺ സെൻസും ഒരു ഇൻക്വിസിറ്റീവ്നെസ്സും മാത്തമാറ്റിക്സും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ വലിയ താല്പര്യം അങ്ങനെ തോന്നി. പിന്നെ നോയിങ് ദി അൺനോൺ എന്നൊരു സംഭവമുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് ആസ്ട്രോഫിസിക്സ് ആണെങ്കിലും ഏത് കാര്യമാണെങ്കിലും നമുക്ക് അതിനകത്തുള്ളൊരു എന്താ നമ്മളെ ആ ഒരു ഇൻട്രസ്റ്റിനെ പീക്ക് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നെ ഇഫ് യു ആർ വെൽ വേഴ്സ്ഡ് ഇൻ മാത്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ, ലോജിക്, കോമൺ സെൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ, ചോദ്യങ്ങൾ ചോദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഫണ്ടമെൻ്റലി കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിലൊക്കെ ഏറ്റവും നല്ലൊരു ഫീൽഡാണ് ഫിസിക്സ്. അപ്പോൾ അങ്ങനെ ഒരു നാച്ചുറൽ പാഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നു. അത് പക്ഷേ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതോടുകൂടി തീർന്നു കേട്ടോ. അതിനുശേഷം പിന്നീട് അതിനെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. റിസർച്ച് അങ്ങനത്തെയൊക്കെ ചെയ്യണമെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ലൈഫ് വേറൊരു ടേണിലേക്ക് പോകുന്നു. അങ്ങനെയാണ് ഈ IT ഫീൽഡ് വരുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല ഫിസിക്സ് പഠിച്ചിരിക്കുന്ന ഒരാളിന് IT എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ഞാൻ കരുതിയിരുന്നതല്ല. പക്ഷേ വളരെ യാദൃശ്ചികമായിട്ട് അങ്ങനെ ഒരു സംഭവിക്കുകയാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു. അപ്പോൾ IT ജോലി ചെയ്യുന്നു. അപ്പോൾ അതേ സമയത്ത് എനിക്ക് ബാങ്കിങ് സെക്ടറിൽ ജോലി കിട്ടുന്നു. പക്ഷേ IT ആദ്യം ചൂസ് ചെയ്യുന്നു, പിന്നെ അത് പെർമനൻറ്റ് ചോയ്സായിട്ട് മാറുന്നു. പിന്നെ IT തന്നെ ഒരു കരിയർ സെറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് പോകുന്നു. പിന്നെ ഏതോ സമയത്ത് ഈ റിസർച്ചിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പൊളിറ്റിക്കൽ ഒപ്പീനിയൻ പറയുന്നു. അത് പറഞ്ഞ് വന്ന് അത് നമ്മുടെ സ്റ്റാർട്ടേഴ്സ് മെയിൻ കോഴ്സ് ആവുക എന്ന് പറയുന്ന പോലെ ഇതൊരു മെയിൻ കോഴ്സായി മാറുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇത് ഓരോന്നിനും ഓരോ സമയത്താണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും യങ്ങസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ പറയുന്നതായിരിക്കും. അതിനൊരു 10 വർഷത്തെ 11 വർഷത്തെ പഴക്കമേ അതിനുള്ളൂ. പക്ഷേ ഒരു ഹിസ്റ്ററിയോടുള്ള ഒരു താല്പര്യം എന്ന് പറയുന്നത് വളരെ വളരെ മുമ്പുണ്ടായിരുന്നു. ഈ ഫിസിക്സും ITയും അതിനിടയ്ക്ക് വന്നു. ഇപ്പോൾ ഇതൊരു ഗ്രാഫായിട്ട് വരച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ഗ്രാഫും മുകളിലേക്ക് പോകുന്നത് പോലെ കാണുന്നുള്ളൂ, എക്സെപ്റ്റ് ഫോർ ഫിസിക്സ്. പക്ഷേ അതിലൊരു ടേക്ക് അവേ ഉണ്ട്. അതായത് അക്കാഡമിക്കലി നമ്മൾ പഠിച്ചിട്ടുള്ളത് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയാണ്. പക്ഷേ ആ പഠിച്ചിരിക്കുന്നതല്ല
നമ്മൾ അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന കാര്യം. ഈ വിദ്യാഭ്യാസവും വിവരവും രണ്ടാണ് എന്ന് പറയുന്ന പോലെ ഇതിൻ്റെ ഈ ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ വളരെ ഒബ്ജക്റ്റീവായിട്ടാണോ സബ്ജക്റ്റീവായിട്ടാണോ ഒരു കാര്യത്തിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഒരു കാര്യത്തിനെ, ഒരു സയൻറ്റിഫിക് ഫാക്റ്റിനെ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ഹൗ ഡസ് ഇറ്റ് ബിക്കം സയൻറ്റിഫിക്, എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, എൻ്റെ വിശ്വാസമാണോ, ഒരു ഹൈപ്പോത്തസിസ് ആണോ പ്രധാനം, അതോ ഞാനതിനെ മറ്റൊരാളിന് മുന്നിൽ പ്രൂവ് ചെയ്ത് കാണിക്കാനായിട്ടുള്ള എവിഡൻസ് ആണോ വേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് എംപിരിക്കൽ എവിഡൻസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് റിസർച്ചിനെ കാര്യമായി ഹെൽപ്പ് ചെയ്യും. അതായത് ഞാൻ സയൻസ് പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഫാക്ച്വലായിട്ട് എവിഡൻസ് ബാക്ക്ഡായിട്ട് നമ്മളൊരു കാര്യത്തിനെ പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് പോലെ അതിനെന്ത് വേണോ ഇതേ കാര്യം ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റിനെ ഒരാളിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതിനും എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ റിസർച്ചിനെ ഞാൻ ഈ പറഞ്ഞ പോലെ അക്കാഡമിക്കലി അതിന് നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ അത് പിന്നീട് നമ്മുടെ മറ്റ് പല മേഖലകളിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നി. നമ്മളിപ്പോൾ തന്നെ ഒരു ഇൻഫർമേഷൻ, ഫാക്റ്റ് അല്ലെങ്കിൽ ഡേറ്റ അതെടുത്ത് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഹൗ ഡു വി മേക്ക് സെൻസ് ഔട്ട് ഓഫ് ഇറ്റ്, അങ്ങനെ ഒരു സംഭവം നോക്കുന്ന സമയത്ത് ഈ ഒരു പഴയ ലേണിംഗ് എന്ന് പറയുന്നത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇൻട്രസ്റ്റിംഗ്ലി അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഗ്രാഫും ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന ഒരു സംഭവമായിട്ട് തോന്നുന്നു. നൈസ്. ഓക്കെ, ഞാൻ ഈ കുറേ സാധനങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയൊക്കെയാണ് അതിനെ സ്ട്രക്ചർ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ മാത്തമാറ്റിക്സ് ഉണ്ടായിരുന്നു, ഇക്വേഷൻസ് ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഓഫീസിലുള്ള സ്പ്രിൻറ്റ് മീറ്റിംഗ്, മറ്റേ പ്രൊഡക്ഷൻസ്, സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിൽ നിന്നൊക്കെ വളരെ 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 ഇതായിട്ടാണ് എപ്പോഴായിരുന്നു ആ സ്ലിപ്പേജ് ഉണ്ടായത്, ആർക്കൈവ്സ് വേൾഡിലേക്ക് ഒരു സ്ലിപ്പേജ് ഉണ്ട്. അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നെങ്കിലും ബേസിക്കലി ഒരു അസെറ്റ് ആവുകയാണ് ചെയ്തിരിക്കുന്നത്. മിക്ക ഡിസ്കഷൻസും മിക്ക ഫാക്ട്സ് ടേൺ ഔട്ട് ചെയ്യുമ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതിലോട്ട് വലിക്കാനുള്ള കോർ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു ജേർണൽ അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? വളരെ കാര്യമായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ബോസ് റിസർച്ച്, അതാണ് നമ്മുടെ ഹിസ്റ്ററിയിലുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ബേസിക്കലി നമുക്കറിയാം ഇതൊരു വലിയൊരു ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മിസ്റ്ററി എന്ന് പറയപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ മിസ്റ്ററി എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനോടൊരു വലിയ താല്പര്യം ഉണ്ടാവും. എന്താണത് അറിയാനുള്ള ഒരു താല്പര്യം. അപ്പോൾ ആദ്യമേ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, മുമ്പ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒരു ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ സുഭാഷ് ചന്ദ്രബോസ് 1945 ഉണ്ടായിരിക്കുന്ന ഒരു വിമാനാപകടത്തിൽ മരിച്ചു എന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ സാറിനോട് ചോദിച്ചു, സാർ അതെന്താ ഈ വിശ്വസിക്കുന്നത്, ഡെഡ് ബോഡി ഒന്നും കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, ഈ പ്രായത്തിലൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, നീ അത് കുറച്ചുകൂടെ വലുതാവുന്ന സമയത്ത് ചിലപ്പോൾ നിനക്കത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ എൻ്റെ പ്രായത്തിന് കുഴപ്പം, ഇപ്പം എന്താ മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ ആഭരണം എടുക്കാൻ ഞാൻ കൂടെ എന്താ പോയാൽ, ഈ ഒരു ചിന്തയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിനെപ്പറ്റി വീണ്ടും അരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യാൻ വലിയ താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് വീണ്ടും അറിയാൻ വേണ്ടിയിട്ട് നോക്കുന്നു. ഈ ഒരു ഡോറ് അടഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ ബ്രദേഴ്സിനോടൊക്കെ സംസാരിക്കും. അപ്പോൾ എൻ്റെ മൂത്ത ബ്രദർ ഇതേപോലെ പറഞ്ഞു, അത് വളരെ കോംപ്ലിക്കേറ്റഡ് ഒരു സംഭവമാണ്, ഇതാണ് മറ്റാണ് മറിച്ചാണ്. അപ്പോൾ ഈ ഇൻക്വിസിറ്റീവ്നെസ് വീണ്ടും കൂടുകയാണ്. അത് പിന്നീട് ഒരു സമയത്ത് INA ഉണ്ടായിരുന്നൊരു വെറ്ററൻ NP നായർ എന്ന് പറഞ്ഞു, നായർ സാർ കൊല്ലം സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു പുസ്തകം എഴുതി, നേതാജി എവിടെ എന്ന് പറഞ്ഞ് DC ആണ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ ലോഞ്ച് തൃശ്ശൂരിലോ മറ്റുമാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ അന്ന് എൻ്റെ ചേട്ടൻ മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുകയാണ്. അന്ന് സ്പീക്കർ എന്തോ ആയിരുന്നു, തേറമ്പിൽ രാമകൃഷ്ണനുണ്ട്, അദ്ദേഹത്തിന് എന്തോ ആണ് ഇത് പ്രകാശനം ചെയ്യുന്നത്. ഇപ്പോൾ തേറമ്പിൽ എന്തോ അദ്ദേഹത്തിന് കിട്ടിയ കോപ്പി അത് എൻ്റെ ബ്രദറിന് കൊടുത്തു, നിങ്ങൾ പത്രക്കാരല്ലേ, നിങ്ങളിത് മനസ്സിലാക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചേട്ടൻ ഇത് ഓർമ്മയുണ്ടായിരുന്നു, പണ്ട് ഞാൻ ചെറിയ ക്ലാസ്സിൽ ചോദിച്ചത്. ചേട്ടൻ ഈ പുസ്തകം കൊണ്ടുവന്നിട്ട് എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഇത് സുഭാഷ് ചന്ദ്രബോസിന് എന്ത് പറ്റി എന്നതിനെക്കുറിച്ച് INA അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു മലയാളി സ്വന്തം റിസർച്ചിൻ്റെ ഭാഗമായിട്ട് എഴുതിയിരിക്കുന്നതാണ്, അപൂർണമാണ്, പക്ഷേ നോക്കൂ എന്ന് പറഞ്ഞു. ഞാനിത് വായിക്കും, ഒറ്റ ഇരിപ്പിൽ ഈ സാധനം വായിക്കുന്നു. വായിച്ചതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റ് തപ്പിയെടുക്കുന്നു, എന്നിട്ട് അദ്ദേഹമായിട്ടൊരു കോൺടാക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, 90s മീൻസ് ഏജ്, ആ സമയത്താണ് മരിച്ചത്. ഞാൻ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ മേ ബി he was 92 അങ്ങനെ എന്തോ പ്രായമുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ സ്റ്റിൽ വാസ് വെരി ആക്റ്റീവ്. അപ്പോൾ അദ്ദേഹത്തിനോട് സംസാരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാഷനാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അതായത് ഒരു 90 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാൾ ഇത്രത്തോളം പാഷനോടുകൂടി ഈ ഒരു കാര്യത്തിനെ ഇപ്പോഴും പെർസീവ് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് ഞാൻ ആലോചിച്ചത് അദ്ദേഹത്തിൻ്റെ യങ് ലൈഫിൽ അദ്ദേഹം ഇതുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ്.
ആ ഒരു ഇൻഫർമേഷൻ ഏജിലല്ല അദ്ദേഹം ജീവിച്ചത്. കുറേയധികം ഇതിൻ്റെ ഈ ഏർലിയർ ഈ ഡെവലപ്പിംഗ് ഇയേഴ്സ് ആണല്ലോ ഈ മിസ്റ്ററിയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അദ്ദേഹത്തിനുണ്ട്. ഇതൊന്നും ഒന്ന് സോർട്ടായിട്ടില്ല, ഇതെല്ലാം കലങ്ങിയിരിക്കുന്നതാണ്, ഒന്നും അടിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് കണ്ടെത്താനുള്ള അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു വലിയ ശ്രമമുണ്ട്. അപ്പോൾ പലരും കണ്ടുപിടിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഇദ്ദേഹത്തിന് പോയി റീഇൻവെൻറ്റ് ചെയ്യേണ്ടുന്ന ആവശ്യം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രയത്നങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടും അത് സ്റ്റിൽ പെർസ്യൂ ചെയ്തിട്ട് ഇദ്ദേഹം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് അദ്ദേഹവുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാഷൻ എനിക്ക് വലിയ കാര്യമായിട്ട്, അദ്ദേഹമായിട്ടുണ്ടായിരുന്ന കോൺവെർസേഷൻ, കത്തിടപാടുകൾ, അതേപോലെ തന്നെ ടെലഫോണിക് കോൺവെർസേഷൻ, എന്നിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു പാഷൻ. അപ്പോൾ ഞാൻ കരുതി, ഞാൻ ഇത്ര ചെറുപ്പമല്ലേ, അദ്ദേഹം ഇത്രയും പ്രായമുള്ള ആളാണ്, അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുമുണ്ട്, എങ്കിൽ പിന്നെ അതിൽ നിന്ന് ബാക്കി നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൂടെ എന്നൊരു തോന്നലുണ്ടായിരുന്നു. ആ തോന്നലിൻ്റെ പുറത്താണ് ബേസിക്കലി പിന്നീട് ഇതിനെപ്പറ്റി അന്വേഷിക്കണം, എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ തോന്നിയത്. അത് പിന്നീട് ഒരു യാഹൂ ഗ്രൂപ്പിലെത്തിച്ചു. സമാന മനസ്കരായിട്ടുള്ള കുറേയധികം ആൾക്കാരെ കിട്ടി. അത് പിന്നീട് 2005-06 മിഷൻ നേതാജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റായിട്ട് ലോഞ്ച് ചെയ്യുന്നു. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആകുന്നു. ആ റിസർച്ച് കഴിഞ്ഞ 2 ഡെക്കേഡ്സായിട്ട് നടക്കുന്നു. വലിയൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കുറേയധികം കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു ഒരു 20 വർഷം കൊണ്ട്. മേ ബി നമ്മളുടെ ഒരു തൊട്ട് മുമ്പുണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ ഞങ്ങൾക്കുണ്ടായിരുന്നതിൻ്റെ ഒരു പകുതി ഡെഡിക്കേഷനോടുകൂടി പ്രയത്നിച്ചിരുന്നെങ്കിൽ, ഇൻക്ലൂഡിങ് പീപ്പിൾ ഫ്രം ബോസസ് ഓൺ ഫാമിലി, ഈ മിസ്റ്ററി എന്നേ അവസാനിക്കുമായിരുന്നു എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പൊളിറ്റീഷ്യൻസിന് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്, ബോസിൻ്റെ ഫാമിലിക്ക് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. ഇദ്ദേഹത്തിനെ പറ്റി വലിയൊരു താല്പര്യം കൽക്കട്ടയിൽ അല്ലെങ്കിൽ ബംഗാളിൽ പൊതുവേ ഇല്ല. നമ്മളൊക്കെ ചിന്തിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ് കൽക്കട്ടയുടെ സ്വന്തം മകൻ എന്ന രീതിയിലൊക്കെയാണ് ചിന്തിക്കുക. പക്ഷേ ആക്ച്വലി അങ്ങനെയൊന്നുമല്ല. അവിടെയൊക്കെ ഗാന്ധിയാണ് അവരുടെ മെയിൻ ഹീറോ എന്ന രീതിയിലത്തേക്ക് നമ്മൾ കാണുന്നത്, സുഭാഷ് ചന്ദ്രബോസിനെ അല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആൾക്കാർ പോലും ഏതോ ഒരു സമയത്ത് അദ്ദേഹത്തിനെ പൂർണ്ണമായി മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്ന ഒരു റേസാണ്. അപ്പോൾ ആ സമയത്ത് തോന്നിയ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, നമ്മളൊരു താങ്ക്ലെസ് പീപ്പിൾ ആവാൻ പാടില്ല. നമ്മുടെ ആൻസസ്റ്റേഴ്സിന് സ്വാതന്ത്ര്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രത്തോളം ഉണ്ടായിരുന്നതെല്ലാം ഗിവ് ഹിസ് ഓൾ എന്ന് പറയില്ലേ, അതെല്ലാം കൊടുത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈ ഒരു കോൺവെർസേഷനാണ് ബേസിക്കലി. ഞാനിപ്പോഴും ഈ മിഷൻ നേതാജി റിലേറ്റഡ് പ്രസൻറ്റേഷൻസിന് പോകുന്ന സമയത്ത് ഒരു സ്ലൈഡ് ഞാൻ ഒരിക്കലും മിസ് ചെയ്യാത്തത് നായർ സാറിൻ്റെ നേതാജി എവിടെ എന്നുള്ള പുസ്തകത്തിൻ്റെ കവറാണ്. അതിൽ നിന്നാണ് എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. എൻ്റെ 4 ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കും ഇതേപോലെ സമാനമായിട്ട്, അവരാരും മലയാളീസ് അല്ല, അവർക്കും ഇതേപോലെ സിമിലറായിട്ടുള്ള പല പല സ്പാർക്കുണ്ട്. ആ സ്പാർക്കിൽ നിന്നാണ് ഇതൊരു കളക്റ്റീവ് ഒരു എഫേർട്ടായിട്ട് മാറുന്നത്. ഈ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഫാമിലിക്കും ഒരു ഒരു അവേർഷൻ ഉണ്ടെന്ന് ഒരു പെർസ്പെക്റ്റീവ് വന്നല്ലോ, അത് എന്തുകൊണ്ടായിരിക്കാം? അല്ല, ഫാമിലിക്ക് അതിനകത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ അവേർഷനൊന്നുമില്ല. അവർക്ക് അത്തരം കാര്യങ്ങളിലൊന്നുമില്ല. ചർച്ചകളുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഇങ്ങനെ നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ പറയുന്നു, ആൾക്കാരെ ശത്രുക്കളെ ഉണ്ടാക്കുന്നു എന്നൊക്കെ തോന്നുന്നുകൊണ്ട് എൻ്റെ അമ്മയ്ക്കൊരു പേടിയുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ അതത്രയൊന്നുമില്ല. ബാക്കി ഫാമിലി ഫുൾ അതിനൊക്കെ സപ്പോർട്ടാണ്. പക്ഷേ ഓൺ ദിസ് ഹിസ്റ്റോറിക്കൽ പാർട്ട് അതിൽ കംപ്ലീറ്റ് സപ്പോർട്ടാണ്. കാരണം അതിൻ്റെ ഒരു നോബിൾ കോസ് ആണെന്നുള്ളതിനെ പറ്റി അവർക്കെല്ലാം അറിയാം. പിന്നെ തന്നെ നമ്മുടെ ഈ റിസർച്ച് ഞാൻ ചോദിച്ച സുഭാഷ് ചന്ദ്രബോസിന്റെ നേതാജിയുടെ ഞാൻ നേതാജിയുടെ ഫാമിലി അവർക്ക് അവരുടേതായ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ കാര്യമാണ്. നേതാജിയുടെ ഇപ്പോഴത്തെ ഹിസ്റ്ററിയിൽ ഹി ഡൈഡ് എ ട്രാജിക് ഡെത്ത്. ഒരു വിമാനാപകടത്തിൽ അദ്ദേഹം മരിച്ചു. അപ്പോൾ ട്രാജിക് ഡെത്ത് ഉണ്ടാകുന്ന സമയത്ത് ഹി ബിക്കംസ് എ ട്രാജിക് ഹീറോ. ഇപ്പോൾ ടൈറ്റാനിക്കിൽ ആ കപ്പൽ സിങ്ക് ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം മുങ്ങിപ്പോകുന്ന ആളാണ് ഹീറോ, അല്ലേ? സർവൈവ് ചെയ്യുന്ന ആളല്ല ഹീറോ. അപ്പോൾ ഈ ഹീറോയുടെ ലൈഫിന് ഈ ട്രാജിക് ഹീറോയുടെ ലൈഫിന് ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആൾക്കാർക്കൊരു സെൻറ്റിമെൻ്റൽ, ഒരു ഇമോഷണൽ കണക്റ്റ് ഉണ്ട്. ഇതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാർ ഫാമിലിയിലുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇവർ ഈ ഒരു എഫേർട്ട് ഇട്ടിരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ട്രൂത്ത് എന്നേ പുറത്തു വരുമായിരുന്നു. പക്ഷേ അതിന് വേണ്ടിയിട്ട് അവരാരും ശ്രമിച്ചിട്ടില്ല. അതിൽ പല ആൾക്കാരും വളരെ ലൈഫിൽ വലിയ ഔട്ട്സ്റ്റാൻഡിങ് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കിയിരിക്കുന്ന ആൾക്കാരാണ് ആ ഫാമിലിയിലുള്ളത്. ഇൻഡസ്ട്രിയലിസ്റ്റുകളുണ്ട്, വലിയ ബിസിനസ്സുകാരുണ്ട്, ഇന്ത്യയിലെ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലുള്ള ആൾക്കാരുണ്ട്, വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവരുണ്ട്, യുണൈറ്റഡ് നേഷൻസിൽ ജോലി ചെയ്ത ആൾക്കാരുണ്ട്, പൊളിറ്റീഷ്യൻസ് ഉണ്ട്, ഗവൺമെൻറ് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്, ഡിപ്ലോമാറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അംബാസഡേഴ്സ് ആയിട്ടിരിക്കുന്നവരുണ്ട്, മിനിസ്റ്റേഴ്സ് ആയിരുന്നവരുണ്ട്, MPs ഉണ്ട്. പിന്നെന്താ, നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു വിഭാഗം ആൾക്കാർ, ഫിസിസിസ്റ്റ് ഉണ്ട്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്ന എൻ്റെ ഒരു ഫിസിക്സ് റെഫറൻസ് ബുക്ക്
യൂണിവേഴ്സിറ്റി പറയുന്ന റെഫറൻസ് ബുക്ക് എഴുതിയിരിക്കുന്ന ആൾ ബോസ് ഫാമിലിയിലുള്ള ആളാണ്. ഫാമിലിയിൽ നിന്നാണ്. ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തിനോട് സംസാരിക്കുന്ന സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. അപ്പോൾ ഇങ്ങനെ വലിയ പല പല മേഖലകളിൽ അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാമ്പ് പതിപ്പിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇവരുടെ ഫാമിലിയിലുള്ളവരെല്ലാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതിൽ അധികം ആരും എന്താണ് അവരുടെ മോസ്റ്റ് വെൽ നോൺ ആൻസിസ്റ്ററിന് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോലും ശ്രമിച്ചിട്ടില്ല. ഇത്രയും ഇൻഫ്ലുവൻസ്ഡ് ആൾക്കാരുണ്ടായി. ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു, അവർക്ക് ഓൺ ദെയർ ഓൺ ദേ ഹാഡ് സം സ്റ്റാൻഡിങ്. പിന്നെ ഈ ഒരു അഡ്രസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഡോർ വിൽ ബി ക്ലോസ്ഡ് ബിഫോർ യു. യു ക്യാൻ വാക്ക് ഇൻ ടു എനി CM's ഓഫീസ്, എനി PM's ഓഫീസ് ആൻഡ് ടെൽ ദം ദാറ്റ് ഞാൻ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സോ ആൻഡ് സോ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഓൾവേസ് ബി ഗ്രേറ്റഡ്, യു വിൽ ബി വെൽക്കംഡ്. അതെല്ലാം ഉണ്ടായിരുന്നിട്ടും ഓൾ ദേ ഹാഡ് ടു ഡു വാസ് ഇതെന്താണ് സാർ ഇതൊന്ന് നോക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് എന്നേ സോൾവ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവരെല്ലാം അവരവരുടെ ഇൻഡിവിജ്വൽ ലൈഫ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോയിരുന്നതുകൊണ്ടും പല ആൾക്കാരും ഇതിൽ കാര്യമായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്തിരുന്നില്ല. ചില ആൾക്കാരുണ്ടായിരുന്നു, ഇല്ല എന്നല്ല, പക്ഷേ കളക്റ്റീവായിട്ടുള്ള ഫാമിലിയുടെ ഒരു ഡിമാൻഡ് എന്ന രീതിയിലത്തേക്ക് അത് ഒരിക്കലും വന്നിരുന്നില്ല. അത് അൺഫോർച്ചുനേറ്റ്ലി അവരുടെ ഫാമിലിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു എററാണ്. പിന്നീട് ഞങ്ങളുടെ റിസർച്ച് കണ്ടതിന് ശേഷം ഈ ഫാമിലിയിലുള്ള ചില ആൾക്കാർ ഞങ്ങളെ അപ്രോച്ച് ചെയ്തിട്ട് എന്നോട് പേഴ്സണലി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു അടുത്ത റിലേറ്റീവ് ഒരു ലേഡിയുണ്ട്, ഷി സ്റ്റിൽ എ ലൈഫ്. പുള്ളിക്കാരി എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിങ്ങളെ കാണുന്ന സമയത്ത് എനിക്ക് എന്നോട് തന്നെ വലിയ പുച്ഛം തോന്നാറുണ്ട്. കാരണം എൻ്റെ പ്രൈമിൽ ഞാൻ എൻ്റെ ജോലി, എൻ്റെ കരിയർ, അങ്ങനെ ഞാൻ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുകയും എടുക്കുകയൊക്കെ ചെയ്യായിരുന്നു. ആൻഡ് ഇദ്ദേഹം എൻ്റെ തൊട്ടടുത്ത ബ്ലഡ് റിലേഷനാണ്, നിങ്ങളുടെ ആരുമല്ല. നിങ്ങൾ സൗത്തിലുള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് വരുന്നു, പക്ഷേ നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ഇതിലുള്ള താല്പര്യം കാണുന്ന സമയത്ത് എനിക്ക് എന്നോട് പുച്ഛം തോന്നുകയാണ്. കാരണം എനിക്ക് ഇതെല്ലാം ഉണ്ടായിരുന്നു. ഐ ഹാഡ് മണി, ഐ ഹാഡ് എവറിത്തിങ്, ഐ മീൻ ഇൻഫ്ലുവൻസ് എല്ലാം ഉണ്ട്. പക്ഷേ എന്നിട്ടും ഞാനതിന് ശ്രമിച്ചില്ല. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഫാഗ് എൻഡിലാണ്. അപ്പോൾ എന്തെങ്കിലും എനിക്ക് ചെയ്തു തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ടു ഹെൽപ്പ് യുവർ കോസ്, അതിന് ഞാൻ റെഡിയാണ്. അത് എൻ്റെ പേരിൻ്റെ സർനെയിം കൊണ്ട് നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു അപ്പോയിൻമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിന് എന്നോട് പറയും, എനിക്കത് ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനത്തെ എന്ത് കാര്യം ഉണ്ടെങ്കിൽ പോലും ഞാനതിന് വില്ലിംഗ് ആണ് എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. ആ ഒരു സ്മോൾ പോർഷൻ ഓഫ് ദ ഫാമിലി സ്റ്റിൽ ദെയർ. പക്ഷേ ലാർജ്ലി ആ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ദേ പ്രിഫർ ദറ്റ് ഹി ഡൈഡ് ആസ് എ ട്രാജിക് ഹീറോ. അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് സൂട്ട്സ് ദെയർ നാരറ്റീവ് ബെറ്റർ. അത് ട്രൂത്ത് കണ്ടുപിടിച്ചിട്ട് മനസ്സിലാക്കുന്നതിനേക്കാൾ അവർക്ക് ഇതൊരു വലിയൊരു നേട്ടമായിട്ട് അവരത് കരുതുന്നുണ്ട്. ഇറ്റ്സ് എ ഫാക്ട്. ലോകം മുഴുക്കെ അത് നമ്മൾ ആലോചിക്കും, അത് ഇങ്ങനത്തെ ഒരു ഫാമിലിയിലാണല്ലോ അദ്ദേഹം ജനിച്ചതെന്ന് നമുക്ക് എക്സാക്ട്ലി തോന്നിപ്പോയിട്ട്. അതിൽ തന്നെ രസം എന്ന് വെച്ചാൽ ഈ ട്രൂത്ത് എന്താണെന്ന് മനസ്സിലാക്കി വരുന്ന സമയത്ത് ദ ട്രൂത്ത് ഈസ് ഇൻകൺവീനിയൻറ്റ് എന്ന് തോന്നിയത് കൊണ്ട് അഭിപ്രായം മാറ്റിയിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ തന്നെ അവരുടെ ഫാമിലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോക്സ് പേഴ്സൺ ചന്ദ്രകുമാർ ബോസാണ്. ചന്ദ്രകുമാർ ബോസ് എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഓൾഡർ ബ്രദറിൻ്റെ മകൻ്റെ മകൻ. അപ്പോൾ ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്രാൻഡ് നെഫ്യൂ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അദ്ദേഹം നമ്മളുടെ കൂടെ ഈ മിഷൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് ഹിസ്റ്റോറിക്കലി നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ മുഴുവനും വെച്ചിട്ട് വിച്ച് എനിബഡി ക്യാൻ വെരിഫൈ, അത് വെച്ചതിന് ശേഷം പറഞ്ഞിരുന്നതാണ് ഹി നെവർ ഡൈഡ് ഇൻ ദ പ്ലെയിൻ ക്രാഷ് ബിക്കോസ് ദ പ്ലെയിൻ ക്രാഷ് നെവർ ഒക്കേർഡ് എന്ന് പറഞ്ഞിരുന്ന ആളാണ്. പക്ഷേ ട്രൂത്ത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഹി തോട്ട് ദാറ്റ് ഓക്കെ മേ ബി ദി പ്രീവിയസ് നാരറ്റീവ് വാസ് ബെറ്റർ. അപ്പോൾ ഒറ്റ നൈറ്റ് കൊണ്ട് സ്വിച്ച് ചെയ്തിട്ട് ഇതുവരെ പറഞ്ഞത് മുഴുവൻ വിഴുങ്ങി ഒരു നല്ല മെയ്വഴക്കമുള്ള പൊളിറ്റീഷ്യനെ പോലെ നൗ ഹി ഈസ് സെയിങ് ദാറ്റ് എൻ്റെ ഗ്രാൻഡ് അങ്കിൾ ഹി ഡൈഡ് ഇൻ ദ പ്ലെയിൻ ക്രാഷ്. ബട്ട് ഓൺ റെക്കോർഡുണ്ട്, അതായത് ടെലിവിഷൻസ് എടുത്തിരിക്കുന്ന അവരുടെ ആർക്കൈവിൽ ഇപ്പോഴും ഉള്ള, നമുക്ക് യൂട്യൂബിൽ ഇപ്പോഴും കിട്ടുന്ന ഇദ്ദേഹത്തിൻ്റെ അസംഖ്യം വീഡിയോസ് ഉണ്ട് ഇദ്ദേഹം ഈ പ്ലെയിൻ ക്രാഷിനെ ഡീബങ്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പോൾ വിത്തൗട്ട് എനി എവിഡൻസ്, വിത്തൗട്ട് എനി റിമോഴ്സ് വന്നിട്ട് ഒറ്റയടിക്ക് പറയുകയാണ് അങ്ങനെയൊന്നും ഇല്ലാതെ ഇതാണെന്ന് പറഞ്ഞു. അങ്ങനത്തെ ആൾക്കാർ ഉള്ള ഒരു ഫാമിലിയാണ്. ഹി ഡിഡ് നോട്ട് ഡിസേർവ് ടു ബി ബോൺ ഇൻ ദാറ്റ്. എക്സാക്ട്ലി, ദാറ്റ്സ് വാട്ട്. അല്ലാത്ത എത്രയോ പേരെ ഹീറോ ആയിട്ട് ഇവിടെ കൊണ്ട് നടത്തുന്നു. ട്രൂ. അതാ ഞാൻ പറഞ്ഞത്, അവർക്ക് അങ്ങനത്തെ രീതിയിലത്തേക്കുള്ള ഒരു താല്പര്യം അവരുടെ ഫാമിലിയിൽ നിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മിസ്റ്ററി സോൾവ് ചെയ്യാൻ നമ്മുടെ ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ അടുത്ത ആസ്പെക്ട് നോക്കി പോയെന്നെ ഇവിടെ അങ്ങനെ ആൾക്കാരില്ല. പിന്നെ തന്നെയല്ല, നമ്മൾ ഗവൺമെൻറ്റിലെ ആൾക്കാരോട് സംസാരിക്കുന്ന സമയത്ത് ബി ഇൻ ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഇൻ UP, അവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ദേ നോ എന്താണോ ട്രൂത്ത് എന്നുള്ളതിനെ പറ്റി അവർക്ക് വളരെ നന്നായിട്ട് അറിയാം. പക്ഷേ അവർ തന്നെ നമ്മളോട് പറഞ്ഞത് ഇൻ വൺ ഓഫ് ദ പ്രൈവറ്റ് മീറ്റിംഗ്സ് വിത്ത് അഖിലേഷ് യാദവ്, പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ട്രൂത്ത് പുറത്ത് പറയുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി ഫോർ എ ഗവൺമെൻറ് ബിക്കോസ് ദർ ഈസ് നോ നീഡ്, ഇറ്റ്സ് എ ഡെഡ് ഇഷ്യൂ ഫോർ ദ ഗവൺമെൻറ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്തിനാണ് ഇത് പറയുന്നത്? ഇറ്റ്സ് ലൈക്ക് ഓപ്പണിംഗ് എ പാൻഡോറസ് ബോക്സ്.
അതൊരു വലിയ ഡിമാൻഡായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മേ ബി ദ ഗവൺമെൻറ് വിൽ കൺസിഡർ, അതർവൈസ് നോ ഗവൺമെൻറ് വിൽ കൺസിഡർ. ഷോ അങ്ങനെ അപ്പോൾ ആ ഡിമാൻഡായിട്ട് വരിക എന്ന് പറയുമ്പം ഒരു പാൻ ഇന്ത്യ മൂവ്മെൻറ്റ് ഉണ്ടായി വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അതിൻ്റെ 1000-ലൊന്ന് എഫേർട്ടില്ല ആ ഫാമിലിയിൽ നിന്നൊരു ജോയിൻറ്റ് റിക്വസ്റ്റ്, സാർ ഈ സാധനം പ്ലീസ് ലുക്ക് ഇൻ ടു ഇറ്റ് ആൻഡ്. വേറെ വല്ല കൺട്രിയൊക്കെ ആയിരുന്നെങ്കിൽ ഇതിപ്പം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വി ഹാവ് ബിക്കം എ താങ്ക്ലെസ് പീപ്പിൾ. എക്സാക്ട്ലി ദാറ്റ്സ് വാട്ട്. നമ്മൾ അങ്ങനെ നമുക്ക് വേണ്ടി എന്തൊക്കെ ത്യാഗം ചെയ്യാനായിട്ട് ഒരാൾ ശ്രമിച്ചോ, അദ്ദേഹത്തിൻ്റെ എല്ലാം ഇതിനു വേണ്ടിയിട്ട് കളഞ്ഞോ. സിവിൽ സർവീസ് 4th റാങ്കിൽ പാസ്സായിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ഏറ്റവും സ്വീറ്റസ്റ്റ് കംഫർട്ട് കൊണ്ട് ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന് ഇവിടെ നിൽക്കാവുന്നതും അവർ പോയി കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു പ്രൈം പോസ്റ്റ് കിട്ടുകയും ഒക്കെ ചെയ്ത് അങ്ങനെ നിൽക്കാൻ പറ്റുന്ന എല്ലാ റൈറ്റും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ഇൻ്റലക്ച്വലി ഹി വാസ് ബ്രില്യൻറ്റ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് കരുതി പോവുകയും ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ ആ ഒരു എഫേർട്ടിനെ നമുക്കതിനെ ഒന്ന്, ആ ഒരു സ്നേഹം ബഹുമാനം അതിനെ റെസിപ്രോക്കേറ്റ് ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിലത്തേക്കുള്ള ഒരു താങ്ക്ലെസ് പീപ്പിളായിട്ട് നമ്മൾ പോകുന്നു എന്ന് ഓർക്കുമ്പോൾ ഒരു നാണക്കേടുണ്ട്. അപ്പോൾ ആ നാണക്കേട് കൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഇതിൻ്റെ ട്രൂത്തും പൂർണ്ണമായും നമ്മൾ റിവീൽ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നടത്തിയിരിക്കുന്ന റിസർച്ചിൻ്റെ ഫലം എന്താണെന്നുള്ളത് വി ഹാവ് ഓൾറെഡി പബ്ലിഷ്ഡ്. പക്ഷേ അത് ഗവൺമെൻറ് സമ്മതിക്കുക എന്ന് പറയുന്നത് ഈസ് ആൻ എൻറ്റയർലി ഡിഫറെൻറ്റ് തിങ്. അവിടെയാണ് ഞങ്ങൾ സക്സീഡ് ചെയ്യുക. ഞങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത് അതിലാണ്. അതിന് പറ്റുന്നത് എപ്പോഴാണ്? അത് ഗവൺമെൻറ് ഇതിനെ പൂർണ്ണമായും വില്ലിങ് ആവുന്ന സമയത്തും ഞങ്ങൾ തന്നെ പലപ്പോഴും പറയുന്ന പോലെ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ട്രൂത്ത് പ്രിൻ്റ് ചെയ്യുകയും ചെയ്യും. അത് ഞങ്ങളുടെ ലൈഫ് ടൈമിൽ അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ പ്രതീക്ഷയൊന്നുമില്ല. വി ആർ ട്രൈയിങ് ഫോർ ഇറ്റ്. പക്ഷേ അത് നടന്നില്ല എങ്കിലും വി വിൽ നോട്ട് ഹാവ് എനി റിഗ്രറ്റ്സ്. ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഓക്കെ, ഇന്ന കാര്യങ്ങളായിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നത്, വി ഹാവ് ഡൺ ദാറ്റ്. ഇനി അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഡെസ്റ്റിനി, ഇനി വേറെ ഒരാൾ വേറെ ഏതെങ്കിലും ഒരു സമയത്ത് വരുന്നുണ്ടാവും, അയാൾക്ക് കാര്യങ്ങൾ ഈസിയാക്കാൻ വേണ്ടിയിട്ട് നായർ സാർ നമുക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തതുപോലെ വി പ്രോബ്ലി ബിൽറ്റ് എ ഫ്യൂ മോർ സ്റ്റെപ്സ്. വേറെ ആളിന് കയറി പോകാൻ ചിലപ്പോൾ എളുപ്പമായിരിക്കും, അടുത്ത ആൾക്കാർക്ക് ഫോളോ ചെയ്യും. ഈ പണ്ട് പഠിപ്പിച്ച ഫിസിക്സ് പ്രൊഫസേഴ്സ് കാണാറോ സംസാരിക്കാറോ ഉണ്ടോ? ഇപ്പോഴത്തെ ചാനൽ ഡിബേറ്റ്സും എല്ലാം കഴിയുമ്പോൾ ചില സാറുമാർ, ഇപ്പം എൻ്റെ ഫാദറിനുള്ള പ്രിയയുടെ അച്ഛൻ ഹിസ്റ്ററി പ്രൊഫസറായിരുന്നു ദേവസ്വം ബോർഡ് കോളേജിൽ. അച്ഛൻ ഈ ഒരു സ്പാർക്ക് ഭയങ്കര, അതായത് ഈ ഐഡൻറ്റിഫൈസ് പേഴ്സൺ ആൻഡ് ദെൻ ഹി വിൽ ഗൈഡ് ഹിം ടു ലീഡ് ടു ദാറ്റ്. അപ്പോൾ ആ ഒരു ഇതുണ്ട്. അപ്പം അങ്ങനെ അന്ന് പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ ആരെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവുമോ? അവർ എപ്പോഴെങ്കിലും പിന്നെ കാണുമ്പോൾ, ഇപ്പോഴത്തെ ആ ഒരു പ്രൊഫൈലിൽ ഇരുന്നിട്ട് കാണുമ്പോൾ സാറുമാർ എന്താ പറയാറുള്ളത്? ഇല്ല, ഈ ഹിസ്റ്ററിക് റിസർച്ചുമായി ബന്ധപ്പെട്ട് ആർക്കും ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല, ഒരാൾക്കും അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വായനയുടെ ഭാഗമാണ്, റീഡിംഗ് ആണ്. നമുക്ക് ഏതെങ്കിലും പുസ്തകം കിട്ടുന്നു, നമ്മളത് വായിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുന്ന സമയം 2002-2004 ആണ്. അപ്പോൾ ആ സമയത്ത് ഇൻ്റർനെറ്റ് ഇവിടെ നമുക്ക് ഇന്ന് കിട്ടിത്തുടങ്ങി, കൂടുതലും സൈബർ കഫേകളാണുള്ളത്. അപ്പോൾ കോളേജ് കഴിഞ്ഞതിന് ശേഷം ഈ കഫേകളിൽ പോകുന്നു, അവിടെയാണ് ഇത്തരത്തിലുള്ള ഈ യാഹൂ ഗ്രൂപ്പും മറ്റും ഉള്ളത്. അപ്പോൾ അവിടെ ഇതുമായി ബന്ധപ്പെട്ട് റിസർച്ച് പരിപാടികൾ, ഡിസ്കഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് കോളേജിൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതിനോ എടുക്കുന്നതിനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. അപ്പോൾ നോബഡി ന്യൂ ദിസ് പാഷൻ. ഒരാൾക്കും, വീട്ടിലുള്ളവർക്ക് അറിയാമെന്നുള്ളതല്ല, വേറെ ആർക്കും അറിയില്ല. അവരെയൊക്കെ പിന്നീട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്. എൻ്റെ അധ്യാപകരെ ഇപ്പോഴും, ഞാൻ ഈ അടുത്തിടെയും എന്നെ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിപ്പിച്ച ഒരു ടീച്ചറിനെ ഞാൻ കണ്ടിരുന്നു. പല ആൾക്കാരും ആയിട്ട് ഫോണിൽ വിളിക്കാറുണ്ട്, പലരെയും കാണാറുണ്ട്. അപ്പോൾ അവർ മെയിൻലി ഇതിനെ അല്ല അറിയുന്നത്, അവർ ഈ ചർച്ചകളിൽ വന്ന് അഭിപ്രായം പറയുന്ന കാര്യങ്ങളാണ് കൂടുതലും അറിയുന്നത്. അപ്പോൾ അതിലവർ വലിയ ഹാപ്പിയാണ്. പക്ഷെ പണ്ട് അന്ന് ആ സമയത്ത് ഇതൊന്നും, ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെയല്ല അതിനുള്ള അവന്യൂസും ഇല്ല. അന്ന് ഈ ഡിബേറ്റ്സ് ഒന്നുമില്ല. ഇന്ന് ഗ്രൂപ്പ് ഡിസ്കഷൻ, ഡിബേറ്റ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അക്കാഡമിക്കലി തന്നെ വരുന്നുണ്ടല്ലോ. അന്ന് ആ സമയത്തൊന്നുമില്ല. അന്ന് ആ സമയത്ത് ഈ പ്രസംഗ മത്സരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്തുള്ള വാചക കസർത്തൊക്കെ കണ്ടിട്ടുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ പരിപാടികളൊന്നുമില്ല. പക്ഷേ ഇന്ന് കാണുന്ന സമയത്ത് ദേ ആർ സൂപ്പർ ഹാപ്പി. ഭയങ്കര സന്തോഷം. ഈ അടുത്തിടെ ആക്ച്വലി ഒരു ടോക്കിന് ഞാൻ പോയപ്പോൾ, കോട്ടയം ജില്ലയിലാണ്, അവിടെ പോയപ്പോൾ അതിൻ്റെ ഓഡിയൻസിൽ എൻ്റെ ഫിസിക്സിന് എൻ്റെ PG ടീച്ചറായിരുന്നു. ഇൻഫാക്ട് പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും PGക്കും എന്നെ പഠിപ്പിച്ച ടീച്ചറാണ്. ടീച്ചർ അവിടെ ഓഡിയൻസിലുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ടീച്ചർ വന്ന് സംസാരിച്ചു. അതെനിക്ക് ഭയങ്കര വലിയ സന്തോഷമാണ്. വണ്ടർഫുൾ.
നല്ലൊരു മൊമെന്റ് ആയിരുന്നു അല്ലേ അത്? നമുക്ക് സാധാരണ ടീച്ചർ ലെക്ചർ എടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് ക്ലാസ്സിലിരുന്ന് കേൾക്കില്ലേ, അപ്പം ഇത് റോള് റിവേഴ്സ് ചെയ്തിട്ട് നമ്മളോട് അതെ. പറയുന്ന സമയത്ത് ടീച്ചറോട് ഓഡിയൻസിലുണ്ടായിരുന്നു, വലിയ അഭിപ്രായം പറഞ്ഞു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം. അതെ. അതും പഴയ സ്റ്റുഡൻറ്റിനെ കുറിച്ചാണ്. ടീച്ചർ വലിയ അഭിമാനത്തോടു കൂടി അതവിടെ ആൾക്കാരോട് പറയുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കാണ് നമുക്ക് ആ ഒരു ഫീല് ഭയങ്കര നല്ല ടച്ചിങ് ആയിരിക്കും അത്. അതെ, അതെ. ഒരു ഫിസിക്സ് മൈൻഡ് സെറ്റാണ് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഇതിലോട്ടുള്ള തിങ്കിങ്ങിന് എങ്ങനെ അത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് സെഗ്മെൻറ്റ്. പക്ഷെ ബിഫോർ നമ്മൾ ആ സെഗ്മെൻറ്റിലോട്ട് പോകുന്നതിന് എനിക്കൊരു ചെറിയൊരു, നമ്മൾ ഒരുപാട് പേരായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വേർ അവർ കൺട്രി സ്റ്റാൻഡ്സ് നൗ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗ്രോത്തിലാണോ അതോ ഭയങ്കര ഡൗൺ ആണോ? ശ്രീജിത്തിൻ്റെ അടുത്ത് അത് ചോദിക്കണം എന്നുണ്ടായിരുന്നു എനിക്ക്. ഞാനത് പ്രിപ്പയർ ചെയ്തതല്ല, പക്ഷെ ഞങ്ങൾ റീസെൻറ്റ് ഇങ്ങനെ പല ടോപ്പിക്കുകളും ഡിസ്കസ് ചെയ്യുമ്പോൾ വരുന്ന ഓരോ ക്വസ്റ്റ്യനാണ്. അപ്പം പണ്ട് ഉണ്ടായിരുന്നത് നോക്കുമ്പോൾ ഇപ്പോൾ ഡെവലപ്ഡ് ആണോ അതോ ഒട്ടും ഗ്രോത്ത് ഇല്ലാണ്ട് മൈനസിലാണോ പോകുന്നത്, ഇങ്ങനെയൊക്കെയാണ് മെജോറിറ്റി ആൾക്കാർ പറയുന്നതും. അത് തന്നെയാണ് അവർ അതില്ല ഇതില്ല ഇവിടെ അത് ശ്രദ്ധിച്ചിട്ടില്ല ഇത് ശ്രദ്ധിച്ചിട്ടില്ല, ഇറ്റ് ഈസ് ഗോയിങ് നെഗറ്റീവ്, വേർ ഇസ് അവർ GDP നൗ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഈ പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ശ്രീജിത്തിൻ്റെ വ്യൂവിൽ പ്രിസൈസ്ലി ചോദിച്ചു കഴിഞ്ഞാൽ 2014 തൊട്ട് 15 ഇയേഴ്സിൽ വേർ ആർ വി നൗ കൺട്രി പെർ സേ എവിടെയായിരിക്കും ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? നമുക്ക് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഗ്രോത്തിനെ നമ്മൾ എന്തൊക്കെ പാരാമീറ്റേഴ്സിലാണ് നമ്മളതിനെ മാപ്പ് ചെയ്യാൻ നോക്കുന്നത് എന്നുള്ളതനുസരിച്ചിരിക്കും. ഇപ്പോൾ ഏതൊരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ബേസിക്കലി പറയാവുന്ന 2 പാരാമീറ്റേഴ്സ് ഉണ്ട്: ഹൗ ദേ ആർ ഡൂയിങ് നൗ ആൻഡ് വാട്ട് ഈസ് ദെയർ പൊട്ടൻഷ്യൽ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ഗ്രോത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വി ആർ സൂപ്പർ സ്റ്റേബിൾ. ഇപ്പോഴത്തെ നമ്മളിവിടെ വേർ വി സ്റ്റാൻഡ് ആൻഡ് വാട്ട് ഈസ് അവർ ഗ്രോത്ത് പൊട്ടൻഷ്യൽ, അത് നമ്മൾ പറയുന്നതല്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഏജൻസീസ്, ഇപ്പം IMF-നെ പോലെയുള്ള, വേൾഡ് ബാങ്കിനെ പോലെയുള്ള അവരുടെ തന്നെ അസസ്മെൻറ്റ്, പിന്നെ ഇഷ്ടംപോലെ തേർഡ് പാർട്ടി ആൾക്കാരുണ്ട്, വെൽ റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻസ്. അപ്പോൾ അവരെല്ലാം പറയുന്നതനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നതും ആൻഡ് ഗ്രോത്ത് പ്രോസ്പെക്റ്റ് എന്ന് പറയുന്നതും വളരെ കൂടുതലാണ്, പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള ഇപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും മാർക്കറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രീതിയിലത്തേക്കുള്ള പൊട്ടൻഷ്യലുണ്ട്. അത് ഈസ് എ ഫാക്ട്. അതിപ്പോൾ ഫൈനാൻഷ്യലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും അതിൻ്റെ ഒരു പാരാമീറ്റർ. പക്ഷേ അത് മാത്രമല്ല, ഞാനത് പറയാൻ കാര്യം, അതായത് പല കാരണങ്ങൾ അതിനകത്തിലുണ്ടാവും. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സിനെ പറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ അഫ്ലുവൻ്റ് ആയിട്ടുള്ള, വളരെ സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആൾക്കാരും എക്സ്ട്രീം പോവർട്ടി അനുഭവിക്കുന്ന ആൾക്കാരും നമ്മുടെ രാജ്യത്തുണ്ട്. ഈ ഒരു ഡിഫറൻസ് തന്നെ, അതായത് ഒരു ബ്രാക്കറ്റിൽ ഇപ്പോൾ എക്സ്ട്രീം പോവർട്ടി ഉള്ള ആൾക്കാരുടെ ആ ഒരു ഗ്രൂപ്പ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് വളരെ വാസ്റ്റായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. പണക്കാരിൽ നമ്മൾ പറയുന്ന സമയത്ത് ഈ അംബാനി അദാനി എന്നൊക്കെ പറയുന്നതെങ്കിലും അവർ മാത്രമല്ല, സൂപ്പർ റിച്ച് ആയിട്ടുള്ള അഫ്ലുവൻ്റ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാർ വേറെയുമുണ്ട്. ഇതിൻ്റെ ഈ മിഡിൽ ലെയറും ഉണ്ട്. ഈ മിഡിൽ ലെയർ അവിടെയുമല്ല ഇവിടെയുമല്ല എന്നുള്ളതുണ്ട്. ആ മിഡിൽ ലെയറിന് തന്നെ പല ലെയേഴ്സ് ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ. നേരത്തെ നമ്മൾ പോവർട്ടി എന്നേ പറയുള്ളൂ, ഇപ്പോൾ നമ്മൾ എക്സ്ട്രീം പോവർട്ടി എന്ന് പറയുന്നത് ദാരിദ്ര്യവും അതിദാരിദ്ര്യവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡെഫിനേഷൻസ് വേറെ വേറെയാണ്. ഞാൻ പറഞ്ഞാൽ ഈ ഓരോ ഗ്രൂപ്പും, ഇന്ത്യ ഇത്രയും പോപ്പുലസ് ആയ ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഈ ഓരോ ഗ്രൂപ്പും വലുതാണ്. അപ്പോൾ ഈ ഓരോരുത്തർക്കും അവരെ ഈ താഴത്തെ ലെവൽ 1 ആളിനെ ലെവൽ 2 എത്തിക്കാൻ, 2 3 ഇതാണ് ആസ്പിറേഷണൽ ഗ്രോത്ത്. ഇതിന് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളിപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ വേറൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു രാജ്യത്ത് ഒരാൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, എൻ്റെ റൈറ്റ് ടു ഒപ്പീനിയൻ, എൻ്റെ റൈറ്റ് ടു ഫ്രീ സ്പീച്ച്, ഇങ്ങനത്തെ കാര്യങ്ങൾ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് വേറൊരു പാരാമീറ്ററാണ്. ഞാൻ പറഞ്ഞത് ഇതെല്ലാം കൂടി നമ്മൾ പരിഗണിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വി ആർ ഗ്രോയിങ്, മേ ബി സ്ലോ, പക്ഷേ സ്റ്റിൽ പോസിറ്റീവായിട്ട് നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ഡൗട്ടുമില്ല. പിന്നെ പലരും ഇതിൽ അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യത്തിനെ മാത്രം എടുത്തു വെച്ചിട്ട് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ വേൾഡ് ഹങ്കർ ഇൻഡെക്സ്, പിന്നെ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അത് നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് ഒക്കെ ഉണ്ട്. ഈ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയെക്കാളും മുമ്പിലുള്ള രാജ്യങ്ങളാണ് ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഒക്കെ പലപ്പോഴും നമ്മൾ കാണുന്നത്. അതൊരു ട്രൂ റിഫ്ലക്ഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെടുക്കുന്ന പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇന്ന കാര്യങ്ങളിലാണ് നമ്മളിത് നോക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതിൽ ചിലപ്പോൾ നമ്മളതിനകത്ത് ഫെയിൽ ചെയ്യുന്നുണ്ടാവും. അതേപോലെ ഈ ഹങ്കർ ഇൻഡെക്സും മറ്റു കാര്യങ്ങളിലുള്ളതിൽ എത്രത്തോളം പോഷകമൂല്യമുള്ള ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളൊരു സംഭവമുണ്ട്. 2-3 നേരം കഴിച്ചാൽ പറ്റില്ല. അതിൽ അവർ പറയുന്ന ടൈപ്പിലുള്ള സാധനങ്ങൾ നമ്മുടെ ഒരാളിൻ്റെ ശരീരത്തിലേക്ക് കിട്ടണം. ദാറ്റ് ഈസ് ഹെൽത്തി ലിവിങ് എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചിലപ്പോൾ നമ്മൾ പിന്നാക്കമായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളൊരു നറേറ്റീവ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ
സൂട്ടബിൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും നമ്മൾ ഡിസ്പാഷനേറ്റ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മളൊരു സ്റ്റെപ്പ് ബാക്കിലേക്ക് എടുത്തിട്ട് ഈ ഓവറോൾ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലത്തേക്ക് നമ്മൾ നോക്കണം. ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രോത്ത് പല കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ വളരെ എന്താ നമ്മൾ പറയുന്നത് ഈ പെട്ടെന്നുണ്ടാക്കാവുന്ന ചില ചേഞ്ചസ്, പക്ഷേ വളരെ സ്ട്രഗിൾ എടുത്തിട്ട് മാത്രമേ ഇത് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അതായത് അതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് കാണാൻ പറ്റുമായിരിക്കും, പക്ഷേ ആ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റെപ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമുക്കറിയാം കാർഷിക നിയമങ്ങൾ വന്നിട്ട് നമ്മുടെ നാട്ടിൽ എത്രയോ കർഷക ആത്മഹത്യ നടന്നുകൊണ്ടിരിക്കുക. ക്രോപ്സിൻ്റെ ഫെയിലിയർ, വെതറിൻ്റെ പ്രശ്നങ്ങൾ, മിനിമം പ്രൈസ് ഇല്ല, ഇങ്ങനെ നമ്മളെല്ലാ തവണയും ഇങ്ങനെ കർഷകരുടെ പ്രശ്നങ്ങൾ നിരന്തരം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കർഷകർ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, നിലവിലത്തെ നിയമങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നില്ല. എങ്കിലെന്താ വേണ്ടത്? ചേഞ്ച് ഓഫ് ലോസ്. അപ്പോൾ നമ്മൾ പുതിയ നിയമം കൊണ്ടുവന്നു, പക്ഷേ ആ നിയമം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് അതിനെ ഒരു പീരീഡിലേക്ക് ടെസ്റ്റ് ചെയ്യാൻ പോലും ആൾക്കാർ വില്ലിങ് ആയിരുന്നില്ല എന്നൊരു സംഭവമാണ്. ആസ് എ റിസൾട്ട് അത് ഫ്രീസ് ചെയ്തു. പകരം എന്താ സംഭവിക്കുന്നത്? കർഷക ആത്മഹത്യയും മറ്റു കാര്യങ്ങളും ഇപ്പോഴും നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പോൾ വളരെ സിമ്പിൾ ലോജിക്കാണ്. ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ പ്രൊഡ്യൂസ് ഇത് സർക്കാർ പറയുന്ന ഒരു സ്ഥലത്ത് മാത്രമേ എനിക്ക് വിൽക്കാൻ പറ്റുള്ളൂ, അതോ എനിക്ക് എവിടെ വേണമെങ്കിലും വിൽക്കാമോ? എനിക്കത് പ്രോഫിറ്റബിൾ, എവിടെ വേണമെങ്കിലും അവിടെ വേണമെങ്കിൽ എനിക്ക് അവിടെ കൊടുക്കാം, വേറെ ഒരിടത്ത് വേണമെങ്കിൽ അത് കൊടുക്കാം. അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് സമരം ചെയ്യുന്നതിൻ്റെ ലോജിക്ക് എന്താണ്? അതെനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. അതേപോലെ ഞാനൊരാളുമായിട്ട് കോൺട്രാക്ട് ചെയ്തിട്ട് ഫാമിങ്ങിന് ഞാൻ പോവാണ്. ഞാൻ അയാളോട് പറയുകയാണ്, ഇതാ ഇത്ര സ്ഥലത്ത് ഞാൻ ചെയ്യുന്നു, ഇത്ര മാസം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത്ര ഈൽഡ് തരുന്നു, മിനിമം ഇത്ര പൈസ നിങ്ങൾ എനിക്ക് തരുന്നു, നഷ്ടം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത്ര സഹിക്കും, നിങ്ങൾ ഇത്ര സഹിക്കും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒരു വെതർ ചേഞ്ച് ഉണ്ടാകുമ്പോൾ, സീസണൽ ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് ക്രോപ്പ് ഫുൾ നശിച്ച് കർഷകൻ ബാക്കിയുള്ളതിനെ പെട്രോൾ ഇട്ട് കത്തിച്ച് പോകുന്നതിനേക്കാൾ എത്രയോ ലാഭമാണ് ആ സാധനം. ഞാൻ പറഞ്ഞത് എഡ്യൂക്കേഷൻ്റെ പ്രശ്നം കൊണ്ടോ ആൾക്കാരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങളാലോ അല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടി ആൾക്കാരുടെ താല്പര്യം കൊണ്ടോ ഒക്കെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഓപ്പർച്യൂണിറ്റീസാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ശേഖർ ഗുപ്ത ഈ ഫാം ലോസ് വന്നിരുന്ന സമയത്ത് അതിനെതിരെ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നൊരു സംഭവമുണ്ട്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈസിയസ്റ്റ് തീരുമാനം എന്ന് പറയുന്നത് പഞ്ചാബിൽ ഇലക്ഷൻ വരാൻ പോകുന്നു, ഇന്ത്യയിൽ മൊത്തത്തിൽ സമരമാണ്, ഇത് കണ്ടെയ്ൻ ചെയ്യാൻ പ്രയാസമാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫാം ലോസ് പിൻവലിക്കുന്നതാണ് ഈസിയസ്റ്റ്. പക്ഷേ അത് പിൻവലിക്കാതെ നരേന്ദ്രമോദി നിന്നാൽ ഇറ്റ് വിൽ ബി ഹിസ് മാർഗരറ്റ് താച്ചർ മൊമെൻറ്റ്. അതിൻ്റെ റിസൾട്ട് പിന്നീട് കാണാം. ഐ വോണ്ട് ഹിം ടു ഡു ദാറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്. ചെയ്തില്ല. അതുകൊണ്ടത് ആ സിറ്റുവേഷൻ നേരത്തെ ഉണ്ടായിരുന്നത് എന്താണോ അത് തുടർന്ന് പോകുന്നു. അപ്പോൾ നമ്മളുടെ ഒരു കൺവിക്ഷനുണ്ട്. ആ കൺവിക്ഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. അത് അൺഫോർച്ചുനേറ്റ്ലി പലപ്പോഴും മിസ്സിങ് ആവുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ ഇനി പറഞ്ഞത് ഗ്രോത്ത് പൊട്ടൻഷ്യൽ, ഫൈനാൻസ്, ഫ്രീഡം, ആൾക്കാരുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്, ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുള്ള അവരുടെ കേപ്പബിലിറ്റി, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ചില ബോക്സസ് നമ്മൾ ടിക്ക് ചെയ്ത് പോകുന്നുണ്ടാവും, ചിലതുണ്ടാവില്ല. പിന്നെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ദർ ഈസ് ഗ്രോത്ത്, ഓൾദോ സ്ലോ. റൈറ്റ്. ശ്രീജിത്തിൻ്റെ തന്നെ പണ്ടത്തെ ഒരു പ്രോഗ്രാമിൽ ഞാൻ കേട്ടായിരുന്നു. അന്ന് ഈ സനാതന ധർമ്മത്തിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നശിക്കാത്തത് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ ആ ഒരു ഏരിയയും കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് ഫോളോ ചെയ്യുന്നതും പഠിക്കുന്നതും അത് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളും കൂടെയാണ്. മള്ളിയൂരിലത്തെ ആ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നത്, അതും ഞാൻ കേട്ടായിരുന്നു. വിച്ച് വാസ് വെരി ഗുഡ് ആക്ച്വലി. ബിക്കോസ് ഒരു സാധാരണക്കാരനെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോമൺ കറണ്ട് അഫെയർ വെച്ചിട്ട് ശ്രീജിത്ത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ, അതോ അത് വെൻ ദർ ഇസ് എ നീഡ് അപ്പം മാത്രമേ പോവാറുള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങളിൽ? നോക്കൂ, ഞാൻ നമ്മളുടെ റൂട്ട്സിൽ വിശ്വസിക്കുന്ന, നമ്മുടെ ട്രഡീഷൻസിൽ വിശ്വസിക്കുന്ന, അതിൽ യാതൊരു വിധത്തിലുള്ള മടിയും അത് അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറയാനായിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. മടിയില്ല, ദാറ്റ് ഈസ് മൈ ട്രഡീഷൻ. ലോകത്തെ ഏതൊരു രാജ്യത്തും ആ രാജ്യത്തിൻ്റെ ട്രഡീഷൻസുമായി ബന്ധപ്പെട്ട്, നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട് ദിസ് ഈസ് മൈ ഐഡൻറ്റിറ്റി എന്ന് പറയാൻ ധൈര്യമുള്ള ആൾക്കാരാണ് ഉള്ളത്. ഇന്ത്യയിൽ മാത്രമേ ഉള്ളല്ല. ഇപ്പോൾ ഗണപതി മിത്താണ് എന്ന് കേൾക്കുന്ന സമയത്ത് ഗണപതി അമ്പലത്തിൽ പോകുന്നതിന് തലയ്ക്ക് മുകളിൽ തുണിയിട്ടിട്ട് പോകുന്ന ആൾക്കാർ, ഈ കുറി തൊട്ട് കഴിഞ്ഞാൽ ആ കുറി മായ്ച്ചതിന് ശേഷം നിൽക്കുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലേ ഉള്ളൂ. അൺഅപ്പോളജറ്റിക് ആയിട്ട് ഞാൻ ഇതിൽ വിശ്വസിക്കുന്നുണ്ട്. സോ വാട്ട്, നിങ്ങളുടെ ഏതൊരു സിസ്റ്റത്തിനേക്കാളും ഓൾഡസ്റ്റ് ആണിത്. ദിസ് ഹാസ് ബീൻ സർവൈവിങ് ആൻഡ് ഇറ്റ് വിൽ സർവൈവ് ഈവൻ ആഫ്റ്റർ മീ ആൻഡ് യു.
അപ്പോൾ ഇതിങ്ങനെ ഒഴുകുകയാണ്. അങ്ങനെ അതിങ്ങനെ ഒഴുകുന്നതിനാണല്ലോ ഈ സനാതനം എന്ന് പറയുന്നത്, നാശമില്ലാത്തത് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നതിനോ അതൊരാളിനെ നമ്മൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. നമുക്കൊരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു അഭയമാണ്. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ നമുക്കതൊരാളിനോട് പറയുമ്പോൾ നമുക്കത് കുറച്ച് റിലീവ്ഡ് ആവും എന്ന് പറയുന്നത് പോലെ, എനിക്ക് പറയാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിലോ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു വിഷമമാണെങ്കിലോ അത് എനിക്ക് ദൈവത്തിനോട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാനൊരു വിശ്വാസിയാണ്. എന്താണ്, എല്ലാം വിശ്വാസമല്ലേ? ദൈവം ഇല്ല എന്നുള്ളതും വിശ്വാസമല്ലേ? ദൈവം ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ദൈവം ഇല്ല എന്ന് പറയുന്നതും വിശ്വാസമാണ്. അപ്പോൾ അതിലൊന്നും ഞാൻ അങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റും കാണുന്നില്ല. നമ്മൾ ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ റാഷണലിസ്റ്റാണ്, ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ എത്തീസ്റ്റാണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് മെഡലൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള കാര്യമില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഗോ ബാക്ക് ടു മൈ ബെഡ്, ഐ വോണ്ട് an 8 hours സ്ലീപ്പ്. എനിക്ക് സമാധാനമായിട്ടിരിക്കാനായിട്ട് വാട്ട് എവർ ദാറ്റ് ഹെൽപ്സ് മീ വിത്തൗട്ട് ഹേർട്ടിങ് എനിവൺ എൽസസ് സെൻറ്റിമെൻറ്റ്സ്. എക്സാക്ട്ലി. അത് മാത്രമേ ഉള്ളൂ ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ ട്രൂത്തിനെ ഞാൻ മനസ്സിലാക്കുന്നു, അതിനുള്ള വേസ് ഓഫ് ലൈഫ് ഉണ്ട്, അതിനെ ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനത്തെ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ എന്താ കുഴപ്പം? നമ്മളൊരു എക്സൈറ്റിംഗ് ക്രിക്കറ്റ് മാച്ച് കാണുന്ന സമയത്ത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ യുൽ ഗെറ്റ് പ്രോബബ്ലി ഒരു എക്സലറേഷൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എക്സാസ്പിറേഷൻ ആയിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. ഇറ്റ് ഈസ് ദറ്റ് ഫീലിംഗ് വെൻ യു വാച്ച് എ മൂവി. അത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. അതിലുള്ള കാര്യം ഉള്ളതായതുകൊണ്ടല്ലല്ലോ ഒരാൾക്ക് കരച്ചിൽ വരിക, അങ്ങനത്തെ സംഭവം. അപ്പോൾ ഇത് നമ്മളിത് അറിഞ്ഞുകൊണ്ടാണ് നമ്മളിത് കാണുക. ഇങ്ങനത്തെ പല ഏരിയസ് ഉണ്ട്. ഈ ഏരിയസിൽ ഒന്നാണ് സ്പിരിച്വാലിറ്റി. അത് ഈ രാജ്യത്തിൻ്റെ ഒരു കോറാണ്, ഇവിടുത്തെ ഒരു റൂട്ടാണ്. അത് മനസ്സിലാക്കണം. അത് റോമൻസിന് അവരുടെ ദൈവങ്ങളെ പറ്റി പറയുന്നതിന് ബുദ്ധിമുട്ടില്ല, ഗ്രീക്കുകാർക്ക് അവരുടെ ദൈവങ്ങളെ പറ്റി പറയുന്നതിന് ബുദ്ധിമുട്ടില്ല. നമ്മുടെ നാട്ടിൽ വരുന്ന സമയത്ത് മാത്രം സനാതനം അതാണ്, സനാതനം മാങ്ങാത്തൊലിയാണെന്നും പറഞ്ഞുകൊണ്ട് ഓരോരുത്തന്മാർ ഇവിടെ ഇറങ്ങുകയാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഇത് വേറൊരാളിനെ ദ്രോഹിക്കാത്ത, ഒരാളിനെ ഉപദ്രവിക്കാത്ത കാര്യങ്ങളാണ്. എന്നിട്ട് ഇപ്പോൾ എല്ലാവരും പറഞ്ഞ മറ്റേ മനുസ്മൃതിയിൽ, അത് സ്മൃതി എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് റൂൾസ് ഫോർ എ സെറ്റ് ഓഫ് പീരിയഡ്. ഓക്കെ, അത് പോയിൻ്റ് എ ടു ബിയിലുള്ള ഒരു റൂൾസാണ്. ആ റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നാണ് നിലനിൽക്കുന്നത്, ഇന്നല്ല. അന്നത്തെ കോണ്ടെക്സ്റ്റ് വിൽ ബി ഡിഫറെൻറ്റ്. ഞാൻ പലപ്പോഴും ആൾക്കാരോട് പറയാറുണ്ട്, നമ്മുടെ നാട്ടിൽ ഇന്നത്തെ പ്രായപൂർത്തി, വിവാഹപ്രായം എന്ന് പറയുന്നത് 21 വയസ്സാണ്. ചില മതങ്ങൾക്ക് മാത്രം പ്യൂബർട്ടി പെൺകുട്ടിക്ക് കിട്ടുന്നതനുസരിച്ചിട്ട് വിവാഹപ്രായം എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് യൂണിവേഴ്സലി ഇന്ന് സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് 21, മഹാത്മാഗാന്ധി കല്യാണം കഴിച്ചിരിക്കുന്നത് അതിനേക്കാൾ യങ്ങർ ഏജിലാണ് എന്ന് കരുതി നമ്മൾ അതിൻ്റെ പേരിൽ ഇന്നത്തെ നമ്മുടെ നിയമത്തിൻ്റെയും ഇന്നത്തെ സദാചാര ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മഹാത്മാഗാന്ധിയെ നമ്മൾ ഇരുന്നങ്ങ് കുറ്റം പറഞ്ഞാൽ നാണമില്ലല്ലോ ഇയാൾക്ക് 10 വയസ്സിൽ കല്യാണം കഴിക്കാനെന്ന് നമ്മൾ പറഞ്ഞാലത് ഈസ് ഇറ്റ് റാഷണൽ? അല്ല. ഞാൻ പറഞ്ഞത് ആ ഒരു പീരീഡിൽ ഇറ്റ് വാസ് നോർമൽ. ഞാൻ പറഞ്ഞത് അതാണ്. അതായത് അന്നത്തെ സ്മൃതിയാണത്. അന്നത്തെ സ്മൃതി അനുസരിച്ച് ശൈശവ വിവാഹം വാസ് എൻ്റർടൈൻഡ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, അതിനെ ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുമായിരുന്നു. ഈവൻ വിത്തൗട്ട് ആസ്കിങ് യുവർ ഒപ്പീനിയൻ യു വെയർ മാരിഡ് ഓഫ് ടു സമ്മൺ എൽസ്. അത് തെറ്റാണ് എന്നോ അല്ലെങ്കിൽ അത് ശരിയല്ല എന്നോ പിന്നീട് ഏതോ ഒരു കാലത്ത് ആൾക്കാർക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ അത് മാറ്റി. എന്നിട്ട് ഇന്ന് പറയുന്ന സമയത്ത് അത് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ട്? ഇപ്പം നാളെ ഒരു കാലത്ത് 25 വയസ്സാക്കുകയാണെന്ന് കരുതിക്കോ ഈ വോട്ടിംഗ് പ്രായം. അപ്പോൾ 18 വയസ്സിൽ വോട്ട് ചെയ്തവനെല്ലാം കള്ളവോട്ടുകാരനായോ? ഇല്ല. ഇന്നത്തെ നിയമം അതായിരുന്നു. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് മനസ്സിലാക്കാതെ ഇന്ന് ഈ എല്ലാ ഹിന്ദുക്കളുടെയും വീട്ടിൽ മനുസ്മൃതി വെച്ചിരിക്കുകയാണ്. ഇത് വായിച്ചതിന് ശേഷമാണ് വീട്ടിൽ എങ്ങനെ പെരുമാറണം, നാട്ടിൽ എങ്ങനെ പെരുമാറണമെന്ന് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫോൾസ് നാരറ്റീവ് ഉണ്ടാക്കി ഇതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആൾക്കാർ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് എന്താ ചേട്ടാ നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് ഒരു ധൈര്യം ഉണ്ടാവണം. അത് അൺഫോർച്ചുനേറ്റ്ലി പല ആൾക്കാർക്കും ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതില്ലാത്തത് കൊണ്ടാണ് ഇത് മലേറിയയാണ്, ഡെങ്കിയാണ്, മറ്റേയാണ്, മറിച്ചയാണെന്നൊക്കെ പറയാൻ ആൾക്കാരുണ്ടാകുന്നതും അത് വലിയ മാധ്യമ ശ്രദ്ധ നേടുന്നതും. വേറൊരു രാജ്യത്ത് ഈ കൾച്ചറുമായി ബന്ധപ്പെട്ട് നടക്കില്ല. ആ സാധനം നടക്കില്ല. അവരതിനെ റെസ്പെക്ട് ചെയ്യുന്നു. ഇവിടെ ആൾക്കാർ വന്ദേമാതരം എന്തിനാണ് പാടുന്നത്, ഭാരതാംബ ആരാ, ഇതൊക്കെയല്ലേ ഇവിടെ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ബേസിക് ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. സിയൂസ് നിങ്ങളുടെ ദേവത ആണല്ലോ, എന്താ സിയൂസ് നിങ്ങളുടെ ദേവതനായത്? അപ്പോളോ എന്താ ഇതിങ്ങനായത്? വീനസിനെ എന്തിനാ ഇങ്ങനെ ആരാധിക്കുന്നത് എന്ന് അവിടെ ആരും ചോദിക്കാറൊന്നുമില്ല. കാരണം അത് എൻ്റെ സിസ്റ്റമാണ്, എൻ്റെ ഫൗണ്ടേഷണൽ റൂൾസാണ് ഇതെല്ലാം. ആ സാധനത്തിന് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ആർക്കും ഒരു ദോഷം ഉണ്ടാകുന്നില്ലല്ലോ. ഇവിടെ പക്ഷേ ആൾക്കാർക്ക് അതൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര അസഹിഷ്ണുതയോടുകൂടി മാത്രം കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞാനീ പറഞ്ഞ പോലെ ഇൻറ്റൻഷനലി ചെയ്യുന്നതല്ല. ഞാനതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ജെന്യുവനായിട്ടുള്ള, വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള വിശ്വാസമാണ്. അപ്പം അതുകൊണ്ട് ഐ ഡിഫെൻഡ് ടു ഡെത്ത്. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞാൻ അധികം കണ്ടിട്ടില്ല, അതുകൊണ്ടായിരുന്നു ഞാൻ ചോദിച്ചത്. അല്ല, ഇത് ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഇങ്ങനെ പബ്ലിക് അപ്പിയറൻസസ്, അങ്ങനത്തെ സംഭവങ്ങൾ, ഇത്തരത്തിലുള്ള ഡിസ്കോഴ്സസ് ഒക്കെ വളരെ റെയറാണ്. നമ്മുടെ നാട്ടിൽ അത് നടക്കുന്നത് തന്നെ
വളരെ റെയറാണ്. ഇതൊക്കെ നടക്കുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്. നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഗണേശോത്സവം നടന്നിരിക്കുന്ന വർഷം എന്ന് പറയുന്നത് ഗണപതി മിത്താണ് എന്ന് സ്പീക്കർ പറഞ്ഞിരുന്ന ആ ഒരു സമയത്താണ്. അതിനടുത്ത വർഷമോ അതിന് തൊട്ട് മുമ്പത്തെ വർഷം അത്രയും ഗണേശോത്സവങ്ങൾ ഇവിടെ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത് ഈ ആൾക്കാർ പറയത്തില്ല, ഈ നടൻ മോഹൻലാലിന് സ്ലീപ്പർ സെൽസ് ഉണ്ട്, അവർ നല്ലൊരു ഫിലിം വരുമ്പോൾ ആക്ടിവേറ്റ് ആകുമെന്ന് പറയുന്ന പോലെ ഈ സനാതനം എന്ന് പറയുന്നത് നശിക്കാതെ ഇവിടെ കിടക്കുന്ന എല്ലാവരുടെയും ഉള്ളിൽ ഇതിൻ്റെ സ്ലീപ്പർ സെൽ ഉള്ളതുകൊണ്ടാണ്. ഇതിനെ വളരെ മോശമായി ആൾക്കാരാരെങ്കിലും ഇങ്ങനെ അബ്യൂസ് ചെയ്യുന്നു എന്ന് തോന്നുന്ന സമയത്ത് ആൾക്കാരുടെ ഈ ഉള്ളിൽ നിന്ന് ഇത് ഒരു സ്പാർക്കായിട്ട് വരികയും അതൊരു ഫ്ലെയിം ആവുകയും ചെയ്തത് കൊണ്ടാണ് ഈ ഗണേശോത്സവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അടുത്ത വർഷം ഇതിനെ അറ്റാക്ക് ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഇതിനെ നമ്മൾ മടച്ച് പെട്ടിയിൽ വെച്ച് അവിടെ കിടക്കാൻ സ്ലീപ്പർ സെല്ലായിട്ട് പോവുകയാണ്. അപ്പം ഇൻ എ വേ ആ സ്ലീപ്പർ സെൽസ് ഉള്ളത് നല്ലതാണ്. അയ്യപ്പൻ്റെ കേസ് വന്നപ്പോഴും ഇത് തന്നെയായിരുന്നു കണ്ടത്. ദാറ്റ് വാസ് സർപ്രൈസിങ് ആക്ച്വലി. ഇത്രയും ആൾക്കാർ, അതും അമ്മമാർ എന്നാലോചിച്ച് നോക്കണം. അതിൻ്റെ ഐറണി എന്ന് പറഞ്ഞാൽ കറക്റ്റ്, അതെ, സ്ത്രീകൾക്ക് ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും അവിടെ പ്രവേശിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നിയമം വരുമ്പോൾ അങ്ങനെ സ്ത്രീകളുടെ ഡിമാൻഡ് അതായിരുന്നുവെങ്കിൽ അവരാണതിനെ വെൽക്കം ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെ വേണ്ട എന്ന് പറയുന്ന സ്ത്രീകളാണ്. അപ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ഇവിടെ നിങ്ങൾ ഇതുവരെ കാരാഗ്രഹവാസമായിരുന്നു, നിങ്ങളുടെ മൈൻഡ് കാരാഗ്രഹത്തിലാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാവാത്തത് എന്നാണ്. അങ്ങനെയല്ല, നമ്മളുടെ സിസ്റ്റം എന്താണ്, ആ സിസ്റ്റത്തിൽ നിന്നിട്ട് ഇത് ചെയ്യുക. ഇത് എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെയാണോ? അല്ല. മറ്റു പല ഈ ക്ഷേത്രത്തിന് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാകും. നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ആറ്റുകാൽ പൊങ്കാല സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പുരുഷന്മാരതിന് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അല്ലാതെ എന്നാൽ പിന്നെ അങ്ങനെ പെണ്ണുങ്ങൾ മാത്രം ഇട്ടാൽ പോരല്ലോ നമുക്കും എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പോവല്ല ചെയ്യുന്നത്. അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോൾ മണ്ണാറശാല ക്ഷേത്രത്തിലെ ചീഫ് പ്രീസ്റ്റ് എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ അവിടെ എന്നാൽ പിന്നെ അത് പറ്റില്ല, ശബരിമലയിലെ പോലെ പുരുഷൻ തന്നെ വരും എന്ന് നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഈ വേരിയൻസ് ഉണ്ട്, പല കാര്യങ്ങളിൽ വെറൈറ്റി ഉണ്ട്. അപ്പോൾ അതിനൊരു സൗന്ദര്യമുണ്ട്. ഈ ആരാധന എന്ന് പറയുന്നത് മോണോലിത്തിക്കൽ സാധനമല്ല നമ്മുടെ നാട്ടിലുള്ള ആരാധന. അപ്പോൾ ആ ആരാധനയ്ക്ക് ഓരോന്നിനും അതിനെ പറയുന്ന സമ്പ്രദായം ഉണ്ട്. അപ്പോൾ ആ സമ്പ്രദായത്തിനനുസരിച്ചിട്ട് അത് ചെയ്യുന്നു. അതിനെ അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളാനായിട്ട് ആൾക്കാർക്ക് കഴിയുമ്പോഴാണ്. അതല്ലാതെ ആരാധന എന്ന് പറയുന്നത് ഒരു സ്ത്രീ സ്വാതന്ത്ര്യ പ്രശ്നമാണ് എന്ന രീതിയിലത്തേക്ക് കാണേണ്ടുന്ന കാര്യമല്ല. എല്ലാത്തിലും ആ റൂളല്ല നമ്മൾ കൊണ്ടുവരേണ്ടത്. ആ ഒരു സെൻസ് എനിക്ക് തോന്നുന്നു ഇപ്പം സുപ്രീം കോർട്ടിനതുണ്ട്. ഇപ്പോഴത്തെ ഡെലിബറേഷൻസ് കാണുന്ന സമയത്ത് അവരത് ചിന്തിക്കുന്നുണ്ട്. ഇതിലൊരു എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടൊരു കക്ഷി വരികയാണെങ്കിൽ അവർ പ്രൈമറിലി വിശ്വാസി പോലും ആയിരുന്നില്ല എന്ന് ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വാസി അല്ലാത്ത ഒരാൾ വിശ്വാസത്തിനെ ചോദ്യം ചെയ്ത് നൽകിയിരുന്ന പരാതി പരിഗണിക്കേണ്ടതുണ്ടായിരുന്നോ എന്നിപ്പോൾ സുപ്രീം കോടതി ചിന്തിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് സുപ്രീം കോടതിയെ തിരുത്തിയതാരാ? ഇതേ സെറ്റ് ഓഫ് ഭക്തരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു നാശമില്ലാതെ അത് തുടരുന്നു എന്ന് പറയുന്നതിന് ഒരു മീനിങ് ഉണ്ട്, അതിനൊരു ട്രൂത്ത് ഉണ്ട് അതിനകത്ത് ഞാൻ കരുതുന്നു. കറക്റ്റാണ്. ഇതേപോലെ ചെങ്ങന്നൂർ നരസിംഹമൂർത്തി ക്ഷേത്രമുണ്ട്. അവിടെ ഇതേപോലെ സ്ത്രീകൾക്കകത്ത് കയറില്ല, അവർ പുറത്ത് നിന്നിട്ടേ തൊള്ളൂ. പക്ഷേ ഇടയ്ക്കൊരു ദേവപ്രശ്നത്തിൽ അങ്ങനെ കയറാം എന്നൊരു തീരുമാനം എടുത്തായിരുന്നു. പക്ഷേ അവിടെയുള്ളൊരു 95% സ്ത്രീകൾ അപ്പോഴും കയറിയിട്ടില്ല. അവർ പറഞ്ഞു ഞങ്ങൾ കയറാൻ പാടില്ല എന്നാണ്, ഞങ്ങൾ കയറുന്നില്ല, ഞങ്ങൾ പുറത്ത് നിന്ന് കണ്ട് ഞങ്ങൾ തൊഴുതോളാം. വളരെ കുറച്ച് പേരുള്ളൂ. പക്ഷെ അത് വീണ്ടും അവർ തന്നെ അത് വിഡ്രോ ചെയ്ത് ഞങ്ങൾക്ക് കയറണ്ടെന്നായി. ഇവിടുത്തെ ആ ചിട്ട എന്താണോ, ഇവിടുത്തെ ആചാരം എന്താണോ അത് തന്നെ മതി എന്നുള്ള രീതിയിൽ. ഒരു മെയിൻ പ്രശ്നം വെച്ചാൽ ഇത് ഒരു സെൽഫ് ക്ലീനിങ് ആയിട്ടുള്ള ഒരു മതമാണ് നമ്മുടേത്. ഇതിനകത്തിൽ തെറ്റുകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അബ്സല്യൂട്ട്ലി എത്രയോ തെറ്റുകളുണ്ടായിരുന്നു. മനുഷ്യരെ ശാരീരികമായി വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ആചാരങ്ങൾ എത്രയോ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം ഒഴിവാക്കിയില്ലേ? അതെ, ഏതൊക്കെയോ സമയത്ത്. എല്ലാം രാജാ റാം മോഹൻ റോയ് വന്നിട്ട് ഒഴിവാക്കിയതല്ല. ഇപ്പോൾ ആൾക്കാർ പറയുന്നുണ്ടാവും സതി നിർത്തലാക്കി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയല്ല. പല കാര്യങ്ങൾ പല രീതിയിൽ പല സമയത്ത് ആൾക്കാർ റിഫൈൻ ചെയ്ത് പോവുകയാണ്. അങ്ങനെ അല്ല പല മതങ്ങളും. അതെ, ഒരു മതത്തിൻ്റെ ഫൗണ്ടേഷണൽ ടൈമിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്തോ അത് ഇന്നും മാറ്റമില്ലാതെ തുടരണം എന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്ന മതങ്ങളുണ്ട്. ഇവിടെ സെമറ്റിക് ആയിട്ടുള്ള മതങ്ങളുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഇവിടെ പല കാര്യങ്ങളും മാറിയിട്ടുണ്ട്, കാലത്തിനനുസരിച്ച് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെങ്കിലുള്ള ഡ്രസ് കോഡ് എന്താണ്? മാറിയിട്ടില്ലേ? ഏതൊക്കെ വേഷങ്ങൾ അനുവദനീയമാണ് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് മാറിയിട്ടില്ലേ? ഇപ്പോൾ ചുരിദാറുമായി ബന്ധപ്പെട്ടിട്ടൊന്നും പണ്ടാരും എഴുതി വെച്ചിരുന്നാലല്ലോ. പക്ഷെ അത് അവിടുത്തെ ഒരു പ്രാക്ടീസിൻ്റെ എസെൻഷ്യാലിറ്റി ആണോ അല്ലയോ എന്നൊരു ചിന്ത അവിടെ ആൾക്കാർക്ക് ഉണ്ടാവുകയും അതിനനുസരിച്ച് മാറ്റം വരികയും ചെയ്തിട്ടുണ്ട്. നിയമം മൂലം നിരോധിച്ചിരിക്കുന്ന, നിയമം മൂലം നടപ്പാക്കിയിരിക്കുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. അതല്ലാതെ കമ്മ്യൂണിറ്റി തന്നെ തീരുമാനിച്ചിട്ട് എടുത്തിരിക്കുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. വേറെ എത്ര മതങ്ങളിൽ അങ്ങനെ ഉണ്ടാവും അല്ലേ? വസ്ത്രധാരണത്തിൽ പോലും നിങ്ങൾ ഇന്നതുപോലെയാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്ന് പറയുന്നതിന് കാലോചിതമായിട്ടുള്ള പരിഷ്കാരം വരുത്താതെ അതിനെ ഇൻസിസ്റ്റ് ചെയ്യുന്ന സെമറ്റിക് മതങ്ങളുള്ള ഒരു കാലത്ത് നിന്നിട്ടാണ് നമ്മൾ ഇതിനെ കുറ്റം പറയുന്നത്. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് അവർ പോലും മനസ്സിലാക്കുന്നില്ല.
അല്ല, മറ്റ് സ്ഥലങ്ങളിൽ ആ വസ്ത്രം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് വലിയ പ്രൊട്ടസ്റ്റ് ഇതേ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം വേണമെന്ന് പറഞ്ഞ് യുവതികളായിരുന്നു പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. അതെ. പക്ഷേ എനിക്ക് ഇന്ന രീതിയിലത്തേക്കുള്ള മതവസ്ത്രം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പരസ്യമായിട്ട് കത്തിക്കുന്നതിനും തെരുവിലിറങ്ങുന്നതിനും വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്ന ആൾക്കാരുള്ള രാജ്യങ്ങളുണ്ട്. മതത്തിന് അങ്ങേയറ്റത്തെ ആധിപത്യമുള്ള രാജ്യങ്ങളുണ്ട്. അവിടുത്തെ ആ ഡിമാൻഡ് നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് അവിടുത്തെ ഉള്ള ആൾക്കാർ തയ്യാറാകുന്നില്ല. അവരിൽ തന്നെ ഇവിടെയുള്ള ആൾക്കാർ തയ്യാറാകുന്നില്ല, അതേ മതവിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ആൾക്കാർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു മതത്തിനെ ആകുമ്പോൾ നമുക്കിതൊക്കെ ഓക്കെയാണ്, കണ്ടിട്ട് ഇങ്ങനെ ചിരിച്ച് ഇരിക്കാം. അവനവൻ്റെ മതത്തിലാവുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടാണ്. അത് അക്സെപ്റ്റൻസ് തീരെയില്ല, വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ പലപ്പോഴും ഇങ്ങനെ ഇത്തരം പല കാര്യങ്ങൾ എൻ്റെ അടുത്ത് നമ്മുടെ ഈ മതപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് പലരും വന്നിട്ട് പറയും, ഇല്ല ഇത് നിങ്ങൾ ഞങ്ങളുടെ മതത്തിനെതിരെ സംസാരിച്ചു. ഞാൻ പറഞ്ഞല്ല, മതത്തിനെതിരെയല്ല സംസാരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മതത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ സ്കോളേഴ്സ് സുപ്രീം കോടതി ചോദിക്കുമ്പോൾ അവിടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് ഇന്ന പ്രാക്ടീസസ് ഈ മതത്തിൽ അനുവർത്തിക്കുന്നുണ്ട്, പക്ഷേ ഇത് ഈ മതത്തിൻ്റെ ഒരു എസെൻഷ്യൽ പ്രാക്ടീസ് അല്ല എന്ന് പറയുന്നത് ഞാനല്ല, സ്കോളേഴ്സാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ടോളറൻസ് വളർത്തുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ടോളറൻസ് വളർത്തി കഴിഞ്ഞാൽ അത് മനസ്സിലാകും. കാരണം ഇതൊന്നും ഞാൻ വന്നിട്ട് പറയുന്ന എൻ്റെ അഭിപ്രായങ്ങളല്ല, ഇത് കോടതിയുടെ മുന്നിൽ ഓൺ റെക്കോർഡ് നിങ്ങളുടെ മതപണ്ഡിതർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ അതിനെ കണ്ടസ്റ്റ് ചെയ്യും, അതിനെ തെറ്റാണെന്ന് തെളിയിക്കൂ. ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താ, നമ്മൾ തെരുവിൽ നിന്നിട്ട് ആൾക്കാരുടെ അടുത്ത് പോയി മറ്റുള്ള മതസ്ഥാപനങ്ങളുടേതോ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസോ തല്ലി തകർക്കാനല്ലല്ലോ ശ്രമിച്ചത്. പകരം എന്താ ചെയ്തത്, ലീഗൽ അവന്യൂ ഉണ്ട്, അത് കോടതിയാണ്. കോടതിയിൽ പോയിട്ട് അവിടെ പറയുന്നത് എൻ്റെ കേസ് ഇതാണ്, ഇവിടെ തെറ്റുകളുണ്ടായിട്ടില്ല. ഇപ്പം അയോധ്യ കേസിൽ എല്ലാവർക്കും അറിയാം, ബാബറി മസ്ജിദ് തകർത്തു, അത് തെറ്റാണ്. വേറൊരു മതത്തിൻ്റെ ആരാധനാലയത്തിനെ നശിപ്പിക്കാൻ പാടില്ല. പക്ഷേ അതിനുശേഷം മധുരയിലും കാശിയിലും ഒക്കെ വിഷയങ്ങൾ നടക്കുന്നുണ്ട്, ആരും നശിപ്പിക്കാൻ പോയിട്ടില്ല, ലീഗൽ അവന്യൂസാണ് എടുക്കുന്നത്. അപ്പോൾ അവിടെയും പ്രശ്നം, അത് പറ്റില്ല, അത് ചെയ്യാൻ പാടില്ല, സുപ്രീം കോടതി അനുവദിച്ചാലും സർവേ ചെയ്യാൻ പാടില്ല. അതെന്താ പ്രശ്നം? നമ്മുടെ നാട്ടിലൊരു പരാതി ഉണ്ടെങ്കിൽ അതിന് ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് മെക്കാനിസം ഉണ്ടല്ലോ. ആ റെസൊല്യൂഷൻ മെക്കാനിസം എന്ന് പറയുന്നത് കോടതികളാണ്. ആ കോടതിയിലേക്ക് പോകാനായിട്ടുള്ള ഫണ്ടമെൻ്റൽ അവകാശം ഇല്ലാതെ ഒരാൾ ഇവിടെ എന്ത് അനീതി നടന്നു കഴിഞ്ഞാലും അത് സഹിച്ചുകൊണ്ട് അവിടെ ഇരിക്കണം എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഒരു സൈഡിൽ നമ്മൾ ജനാധിപത്യമാണ്, ഇവിടെ ഭരണഘടനയുണ്ട് എന്ന് പറയുകയും മറ്റൊരു സ്ഥലത്ത് ഭരണഘടനയെ കൈവച്ചിരുന്നാൽ മതി എന്ന് പറയുകയും ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ തെറ്റാണെന്ന് പറയും. പക്ഷെ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് എൻ്റെ പിന്നെ ലിംഗസ്വാതന്ത്ര്യം, എൻ്റെ ആരാധനാ സ്വാതന്ത്ര്യം. അതേ ഇതിൽ തന്നെയല്ലേ ഈ ആരാധനയുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ 25, 26 ഒക്കെ എഴുതി വെച്ചിരിക്കുന്നതും അതിനെ മൗലികാവകാശമായിട്ട് ഇവിടെ തന്നിരിക്കുന്നതും. ഇത് എഴുതിയിരിക്കുന്ന അംബേദ്കർ ഈ മതത്തിൽ വിശ്വസിച്ചിരുന്നത് കൊണ്ടാണോ? ജവഹർലാൽ നെഹ്റു ഈശ്വരവിശ്വാസി ആയിരുന്നത് കൊണ്ടാണോ? അല്ല. മറിച്ച് ഇങ്ങനത്തെ ഒരു വലിയ കമ്മ്യൂണിറ്റി ഇവിടെയുണ്ട്. ദേ ഔട്ട് നമ്പർ ഈവൻ ദി എത്തീസ് ഓർ ദി റാഷണൽ സോ കോൾഡ് റാഷണലിസ്റ്റ്. അവരുടേതും കൂടിയാണ് രാജ്യം, അവർക്ക് കൂടി വേണ്ടിയാണ് നിയമങ്ങൾ, അവർക്ക് കൂടി വേണ്ടിയാണ് ഭരണഘടന സംരക്ഷണം കൊടുക്കേണ്ടതെന്നുള്ള ബോധം അന്നത്തെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഉള്ളത് കൊണ്ടല്ലേ ഇതെല്ലാം മൗലികാവകാശമായത്. അല്ലാതെ അംബേദ്കറുടെയും നെഹ്റുവിൻ്റെയും തീരുമാനത്തിന് മാത്രം എഴുതാനായിരുന്നെങ്കിൽ ഇതിൽ എത്ര ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, എല്ലാവരുടെയും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ കോ എക്സിസ്റ്റൻസാണ്, എല്ലാവരും ഒന്നിച്ചിങ്ങനെ കഴിഞ്ഞു പോവുക എന്നുള്ളതാണ്. അത് ഇത്രയും കാലമായിട്ട് കഴിഞ്ഞു പോയി, ഇനിയും അങ്ങനെ പോകും. ചില തുരപ്പന്മാരൊക്കെ വരും, ഒരു ഔട്ട് ബേസ്റ്റ് ഉണ്ടാവും. അതെ.